തുടർന്ന് നമ്മൾ രാമായണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടു നിർത്തിയത് ശ്രീരാമസ്വാമി സീതാസ്വയംവരം കഴിഞ്ഞ് പരശുരാമനെയൊക്കെ നേരിട്ടും തരണം ചെയ്തും അയോധ്യയിലെത്തി രാമൻ രാജകാര്യങ്ങളിലൊക്കെ ഇടപെട്ട്, രാമൻ മാത്രമല്ല ഭരതനും ശത്രുഘ്നനും ലക്ഷ്മണനും ഒക്കെ അങ്ങനെ എല്ലാവരും ചേർന്നങ്ങനെ സുഖസന്തോഷത്തോടെ അല്ലലും അലട്ടലും ഒന്നുമില്ലാതെ കടന്നു പോകുമ്പോഴാണ് ഒരിക്കൽ ഭരതകുമാരനും ശത്രുഘ്നനും കേകയ രാജ്യത്തിലേക്ക് പോകുന്നതും. ഇവിടെയാണെങ്കിൽ രാജാവിന് ചില ദുർനിമിത്തങ്ങളും ശരീരത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിനെ അലട്ടിയപ്പോൾ എത്രയും വേഗം രാമനെ യുവരാജാവായി വാഴിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ച് വസിഷ്ഠരോടും സുമന്ത്രരോടും മന്ത്രിമുഖ്യന്മാരോടും ചേർന്ന് കൂടിയാലോചിച്ച് തീരുമാനമെടുത്തു. ജ്യോതിഷികൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പൂയം നക്ഷത്രം വരുന്നുണ്ട്, ഉത്തമമായ നക്ഷത്രമാണ്, എല്ലാം കൊണ്ടും അനുകൂലമായ സമയമാണ് എന്നെല്ലാം കുറിച്ചു കൊടുത്ത് രാജാവ് ഉത്തരവ് നൽകി. എത്രയും പെട്ടെന്ന് രാമനെ യുവരാജാവായി വാഴിക്കണമെന്ന്. അതിൻ്റെ ഒരുക്കങ്ങളും അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകളും ഒരു വശത്ത് നടക്കണം. നമുക്കറിയാം, പട്ടാഭിഷേകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യുവരാജ അഭിഷേകം എന്ന് പറയുന്നത് തീർത്ഥസ്ഥലങ്ങളിലെ വെള്ളം കൊണ്ടുവന്ന് തീർത്ഥം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് കിരീടധാരണം വെക്കുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ആ കിരീടം വെക്കുന്നതിന് മുമ്പ്, അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് രാജാവ് ആരാണോ യുവരാജത്വം ഏറ്റെടുക്കണം, രാജ്യത്വം ഏറ്റെടുക്കണം, അവർക്ക് ചില വ്രതനിഷ്ഠകൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ രാമന വ്രതനിഷ്ഠകളൊക്കെ സീതാദേവിയോടൊന്നിച്ച് അനുഷ്ഠിക്കുന്നു. ആ സമയത്ത് ഇവിടെ ചില സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. കൊട്ടാരത്തിൽ യുവരാജാവായി രാമനെ അഭിഷേകം ചെയ്യുന്നതിന്റെ ഉത്സവ പ്രതീതി കണ്ട് സന്തോഷിച്ചു ആദ്യം കൈകേയി. കൈകേയിയുടെ സന്തോഷം കണ്ട് കൈകേയിയുടെ തോഴിയായ മന്ധര വളരെ അസ്വസ്ഥയായിട്ട് ചോദിക്കുകയാണ്, മൂഢേ, നീ എന്താ മനസ്സിലാക്കിയത്? നീ എന്താ ഈ അട്ടഹസിച്ച് ചിരിച്ച് സന്തോഷിക്കുന്നത്? നീ വരുന്ന അപകടങ്ങളൊന്നും മുൻകൂട്ടി കണ്ടില്ലേ? എന്താ നീ കാണുന്നത്? കൈകേയിക്കൊന്നും മനസ്സിലായില്ല തുടക്കത്തിൽ എന്താണ് മന്ധര ഉദ്ദേശിച്ചത്. പിന്നീട് കൈകേയിയുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വെക്കുകയാണ്. നിനക്കറിയുമോ, രാമൻ യുവരാജാവായാൽ ഇവിടെ കോസലപുത്രിയായ കൗസല്യായിരിക്കും ഇവിടുത്തെ രാജ്ഞി, രാജമാതാവ്. തീർച്ചയായിട്ടും രാമനോടൊന്നിച്ചിട്ടുള്ള ലക്ഷ്മണൻ അവിടെ വന്നാൽ സുമിത്രയ്ക്കും സ്ഥാനം ഉണ്ടാവും. ഭരതനെയും നിന്നെയും ആർക്ക് വേണം? ഇന്ന് നീ അനുഭവിക്കുന്ന ഈ രാജകീയ സുഖങ്ങളൊന്നും ഇനി നിന്റെ കൂടെ ഉണ്ടാവില്ല. നിന്നെ എല്ലാവരും ചവിട്ടിക്കൂട്ടി പുറത്തേക്കിടും. നിനക്കിനി റോട്ടിലായിരിക്കും സ്ഥാനം. അതുകൊണ്ട് നീ വരാൻ പോകുന്ന ദുരന്തത്തെ മുൻകൂട്ടി കാണുന്നില്ല. നീ അവഗണിക്കാൻ പോവുകയാണ്, നീ ഒറ്റപ്പെടാൻ പോവുകയാണ്, നിന്നെ ആർക്കും ഇവിടെ വേണ്ടാതായി വരും എന്നൊക്കെ പറഞ്ഞ് കൈകേയിയുടെ മനസ്സിൽ തനിക്കെന്തോ നഷ്ടപ്പെടുന്നു, താൻ ഒറ്റപ്പെടുന്നു, താൻ അവഗണിക്കപ്പെടാൻ പോകുന്നു, താൻ ആർക്കും വേണ്ടാത്ത ഒരാളായി മാറാൻ പോകുന്നു, ഞാനും എൻ്റെ ഭരതകുമാരനും സ്ഥാനം പുറത്തായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലേക്ക് കൈകേയിയുടെ മനസ്സിനെ കൊണ്ടുപോവാൻ മന്ധരയ്ക്ക് സാധിച്ചു. ഈ ഹിപ്നോട്ടിസം എന്നൊക്കെ പറയണതല്ലോ, ഇതാണ് ഹിപ്നോട്ടിസം. ഒരാളുടെ മനസ്സിനെ കുറച്ചു നേരത്തേക്ക് അയാളുടെ സമബുദ്ധിയിൽ നിന്ന് മാറ്റാൻ സാധിക്കുക. അപ്പോ ഇവിടെയൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ്, ഒരുപക്ഷെ കൂടെ ഉള്ളവർ പോലും നമ്മളെ വഴിതെറ്റിച്ചേക്കാം. ഇന്നിപ്പോ ഇത്തരം ഉള്ള ഈ തരത്തിലുള്ള ഈ മാസ്മരിക് സ്വാധീനങ്ങളൊക്കെ പ്രേമങ്ങളിലാണ് കൂടുതൽ സംഭവിക്കുക. അങ്ങനെ കുട്ടികൾ മതം മാറി കല്യാണം കഴിക്കുന്നതും പല തരത്തിലും വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ പെട്ടുപോകുന്ന ഇത്തരത്തിലുള്ള ബ്രെയിൻ വാഷ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിനെ, അവരെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നു. അപ്പൊ കുറച്ചു നേരത്തേക്ക് അവരച്ഛനെയും അമ്മയെയും വീട്ടുകാരെയും ഒക്കെ മറന്ന്, അല്ലെങ്കിൽ അവരെയൊക്കെ വിട്ടുകൊണ്ട് വേറൊന്നാണ് ശരി, ഇതൊന്നും ശരിയല്ല എന്നുള്ളൊരു തോന്നലിലേക്ക്. ഞാൻ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു കുട്ടികളെയൊക്കെ മുസ്ലിം കുട്ടികളായിട്ട് കൺവേർട്ട് ചെയ്താൽ അവരെ പറഞ്ഞ് കുറെ ധരിപ്പിക്കുന്ന കാര്യമുണ്ട്. അച്ഛനും അമ്മയും ചില പിശാചുക്കളെ പോലെയാണ്, അവരെയാണ്. അച്ഛനും അമ്മയൊന്നും ശരിയല്ല, അവരൊക്കെ അവർ തരുന്ന ഭക്ഷണം പോലും കഴിക്കരുത് എന്നൊക്കെയാണ്. കാരണം അവരൊക്കെ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന കാഫീറുകളാണ്. ഈ കാഫീറുകളൊക്കെ തരുന്നതൊക്കെ വിഷമാണ് എന്നൊക്കെയാണ് ഈ പാവങ്ങളെ പഠിപ്പിക്കുന്നത്. സ്വന്തം വീട്ടില് ഉണ്ടാക്കുന്ന ഭക്ഷണം പോലും അവർക്ക് കഴിക്കരുതെന്നാണ്. കാരണം ഹറാമാണ് അത്രേ അത്. അവർക്ക് കഴിക്കേണ്ടതൊക്കെ ഈ മുസ്ലിയാര് തുപ്പിയതും
ചൊല്ലിയതൊക്കെയുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്നാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ? അവർ ഈ ഭക്ഷണമൊക്കെ മന്ത്രം ചൊല്ലി അതിന് ഹലാൽ എന്നൊക്കെയുള്ള പേര് കേട്ടിട്ടുണ്ടോ? ഈ ഹലാല് ഭക്ഷണം അതിൽ തുപ്പുകയൊക്കെ ചെയ്യവര്, മന്ത്രം ചൊല്ലി തുപ്പും. ആ മുസ്ലിയാര് തുപ്പുന്ന ഭക്ഷണമാണത്രേ നമ്മുടെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിനേക്കാൾ ശ്രേഷ്ഠം. ഇതൊക്കെ തലയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക കുട്ടികളെ. ഇപ്പോഴും ഇതൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും ഇത്തരത്തിലുള്ള പല സ്വാധീനങ്ങളും നമ്മുടെ കുട്ടികൾ പെടുന്നുണ്ട്. ഉണ്ടോ? ഇങ്ങനെ കുട്ടികളെ തലയിൽ ചിന്തകൾ മാറ്റി അവരെ അവരുടെ സ്വാധീനത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ഇതിന്റെ ആദ്യം തുടക്കം കുറിച്ച ഒരാള് മന്ദരയാണ്. മന്ദരയാണ് മതമല്ല മാറ്റിയത്, മനം മാറ്റി. മന്ദര മതം മാറ്റിയില്ല, ഏത് മാറ്റി? മനം മാറ്റി. എന്താ മനം മാറ്റിയത്? രാജാവിനോടും രാമനോടും ഉണ്ടായ ആ ബഹുമാനത്തെ കൈകേയിയുടെ മനസ്സിൽ നിന്നും മാറ്റിയെടുത്ത് രാജാവും അതുപോലെ രാമനും മറ്റുള്ളവരും കൈകേയിയുടെ ശത്രുക്കളായി മാറി. നോക്കണം, രാജാവിനെ അത്രയും സ്നേഹിക്കുന്ന കൈകേയി, രാജാവ് എല്ലാ കാര്യത്തിലും തോളോട് തോള് ചേർന്ന് കൈകേയിയാണ് കൊണ്ടുപോവുക. കാരണം കൈകേയിക്കാണ് കുറച്ചുകൂടിയും ഒരു ശരീരത്തിനൊക്കെ അടക്കവും ഒതുക്കവും ഒരു കാണാൻ ഒരു കോലമൊക്കെ ഉള്ളത്. അപ്പൊ കൈകേയിയാണ് വേഷം കെട്ടി എവിടെയും കൊണ്ടുപോവുക. ആര്? രാജാവ്. നിങ്ങൾ ചോദിക്കും സ്വാമിക്ക് എങ്ങനെ എത്ര കൃത്യത അറിയണത് എന്ന്. ഈ രാമായണത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ ദശരഥ മഹാരാജാവും കൈകേയിയും തമ്മിലുള്ള ബന്ധം നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കണം. അത്രയും കൈകേയിക്ക് വേണ്ടി. നിങ്ങൾ നോക്കൂ, കൈകേയിയോട് പറയണം, നിനക്ക് വേണ്ടി ഞാൻ പാപം ചെയ്തവനെ ഞാൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കാം, പാപം ചെയ്യാത്തവനെ ഞാൻ തെറ്റ് ചെയ്യാത്തവനെ ജയിലിടാന്നൊക്കെ പറയുമ്പോൾ കൈകേയിയോടുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ആണോ? ഇത്രയും ഒരു സ്നേഹമുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തില് ഒരു നിമിഷം കൊണ്ട് ഭർത്താവിനെതിരെ തിരിയാൻ ഒരു ഭാര്യയ്ക്ക് പറ്റുമോ? ഈ ഉത്തരം നിങ്ങളാ തരേണ്ടത്. ഒരു തീവ്രമായ സ്നേഹബന്ധമുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭർത്താവിനെതിരെ തിരിയാൻ ഭാര്യയ്ക്ക് സാധിക്കുമോ? ഞാൻ നിങ്ങളുടെ കാര്യമല്ല ചോദിച്ചത്, സാധാരണ കാര്യമാണ് ചോദിച്ചത്. ഒരു ഭാര്യക്കെതിരെ, ഒരു ഭർത്താവിനെതിരെ ഒരു പെട്ടെന്ന് സഡനായി മനസ്സ് മാറ്റാൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കുമോ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത അന്തം വിട്ട് നിൽക്കുന്നത്? സാധിക്കുമോ? ഇപ്പൊ നോക്കൂ, പല വീടുകളിലും നടക്കുന്ന കാര്യമാണ്. അപ്പൊ മക്കള്, അമ്മയും അച്ഛനൊക്കെ പറയോ, അല്ലെങ്കിൽ അമ്മ പറയോ, അയ്യോ അവളെ ഹൃദയം എനിക്കറിയാം, അല്ലെ അവന്റെ ഹൃദയം എനിക്കറിയാം, ഞാൻ പറഞ്ഞതിനപ്പുറത്ത് ഒരടി അവൻ പോവില്ല, അല്ലെങ്കിൽ ഒരക്ഷരം മിണ്ടില്ല, അത്ര എന്നോട് സ്നേഹമുള്ള കുട്ടിയാണെന്നൊക്കെ പറയാറില്ലേ? ആ കുട്ടികൾ സ്വന്തം അമ്മയും അച്ഛനെയും എതിർത്ത് പറയാറില്ലേ? സ്വന്തം അച്ഛനെയും അമ്മയും വെറുക്കാറില്ലേ? സ്വന്തം അച്ഛനെയും അമ്മയും ശത്രുക്കളായി കാണാറില്ലേ? ഉണ്ടോ? ഇല്ലയോ? അപ്പോ ഈ തരത്തിൽ മനുഷ്യന്റെ മനസ്സ്, ഇത് നമ്മൾ വിചാരിക്കും മനസ്സെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ലോകത്തിൽ ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനം മനസ്സാണെന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അതിനെ വിശ്വസിക്കരുതെന്ന് പറയുന്നത്? കാരണം അത് സ്വാധീനിക്കപ്പെട്ടേക്കാം. അത് പലരുടെയും സ്വാധീനത്തിൽപ്പെട്ടേക്കാം. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഈ ചെറിയ ചെറിയ കച്ചവടക്കാർ വന്നിട്ട് ഓരോ സാധനം കാണിച്ചിട്ട് പറയാണ്, നോക്കൂ, ഇത് മാർക്കറ്റിൽ വലിയ വിലയാണ്, ഇത് പണ്ടത്തെ സ്റ്റോക്ക് ആയതുകൊണ്ട് ഈ വിലയ്ക്ക് എനിക്ക് തരാൻ പറ്റുന്നത്, ഇപ്പം നിങ്ങൾ വാങ്ങിച്ചോ, ഇനി വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പം നിങ്ങൾ ശരി എന്നാ പിന്നെ അത് വാങ്ങിച്ചേക്കാന്ന് അപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ പകുതി വിലയ്ക്ക് അവിടെ കൊടുക്കണ്ടാവും, ഇല്ലേ? അപ്പോഴാ നമ്മൾ മനസ്സിലാക്കുക നമ്മള് പറ്റിക്കപ്പെട്ടു എന്നുള്ളത്. ഈ രീതിയിലൊക്കെ ആളുകളെ പറഞ്ഞ് പറ്റിച്ച് കാശുണ്ടാക്കുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? ചെറിയ ചെറിയ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഉണ്ടോ? ഇത് അവിടുന്ന് കൊണ്ടുവന്നാണ്, ഇവിടുന്ന് കൊണ്ടുവന്നതാണ്, അതിന് അത്ര വിലയുണ്ട്, ഇത് ബ്ലാക്ക് മാർക്കറ്റ് കൂടെ കിട്ടിയതുകൊണ്ടാണ് ഇതിന് ഇത്ര വിലയേ ഉള്ളൂ, വേണമെങ്കിൽ ഇപ്പൊ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നവരുണ്ട്. അപ്പൊ അതിലങ്ങോട്ട് ചിലര് വീണു പോവും. ഈ വീഴുന്നവരെയാണ് അവർ വേഗം പിടിക്കുക, വേഗം വീഴാൻ സാധ്യത ഉള്ളവരെ. അല്ലാത്തവരെ അത്ര വേഗത്തിൽ അവർക്ക് പിടിക്കാൻ സാധ്യല്ല. അപ്പൊ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കും. ഇവിടെ കൈകേയിയുടെ മനസ്സ് നോക്കണം. ദശരഥ മഹാരാജാവിന്റെ കൂടെ ചേർന്ന് ജീവിക്കുന്ന കൈകേയിയുടെ മനസ്സിനെ ദശരഥ മഹാരാജാവിനെ എതിരാക്കാൻ കൂടെയുള്ള തോഴിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ ആ രാജാവിനും കൈകേയിക്കും തമ്മിൽ മാനസിക ബന്ധം എത്ര തീവ്രമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ.
ഇത് നമുക്കുള്ളൊരു വലിയ ഒരു പാഠമാണ് അല്ലേ? അപ്പൊ നമ്മളൊക്കെ ഓർക്കണം, ഒരാളുടെ മനസ്സും യഥാർത്ഥത്തിൽ ആരുടെ കൂടെയും ഇല്ല എന്നൊരു സത്യം നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. ഇത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നുണ്ടല്ലോ പലപ്പോഴും ഈ വ്യക്തിബന്ധത്തില് രാമായണത്തെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ ഭാര്യാഭർത്ത ബന്ധത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഭാര്യയും ഭർത്താവും അത്ര സ്നേഹത്തിൽ ജീവിക്കുന്നു. എന്നാൽ കുറെ കഴിഞ്ഞാൽ ചിലർക്ക് അൽഷീമേഴ്സോ പലതരത്തിലുള്ള ഡിപ്രഷനോ വന്ന് വളരെ മാനസികമായി സമനില തെറ്റി പോകുന്ന ആളുകളുണ്ട്. ഉണ്ടോ? അപ്പോഴാണ് ഭാര്യ വളരെ ദുഃഖത്തിലാവുക, അല്ലെങ്കിൽ ഭർത്താവ് ദുഃഖത്തിലാവുക. കാരണം ഇത്രയും കാലം നല്ലൊരു ആരോഗ്യമുള്ള മനസ്സോടുകൂടി നിന്നൊരാള് ഇപ്പോൾ മാനസികമായി താളം തെറ്റിയെന്നാണ്. എവിടെയോ തനിക്ക് പിടുത്തമുണ്ടായിരുന്ന ഒരാളുടെ മനസ്സ് തൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ഒരു വേദന വിഷമം ഉണ്ടാവാറുണ്ടോ? എത്രയോ ആളുകൾ അനുഭവിക്കുന്നതാണ്. അങ്ങനെയാണ് പലരും ഡിപ്രഷനിലേക്ക് പോവുക. കാരണം താൻ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നല്. ഇവിടെയൊക്കെയാണ് ആത്മീയത നമുക്ക് ആവശ്യം. എന്താണ് ഇത്? കുട്ടിക്കാലത്തെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതായത് ദുർബലത, മനസ്സിന്റെ ദുർബലത പലപ്പോഴും ചൂഷണം ചെയ്യപ്പെട്ടേക്കും. മനസ്സിന്റെ ദുർബലത മറ്റുള്ളവര് ചൂഷണം ചെയ്യപ്പെട്ടേക്കും. എന്താണ് മനസ്സിന്റെ ദുർബലത എന്ന് പറയുന്നത്? ഇത് മനസ്സിലാക്കിയെടുക്കണം. മനസ്സിന്റെ ദുർബലത നമ്മൾ പറയാറുണ്ട്. ദുർബലത എന്ന് പറയുന്നത് സ്വാർത്ഥ സുഖം എന്നാണ്. സ്വാർത്ഥ സുഖത്തെയാണ് ദുർബലത എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ഉള്ളിലൊക്കെ സ്വാർത്ഥ സുഖങ്ങളുണ്ട്. എന്നാൽ ഏതൊരു വ്യക്തിക്കാണോ തൻ്റെ സ്വാർത്ഥ സുഖത്തെ ത്യാഗം ചെയ്യാനുള്ളൊരു മനസ്സ്, ഈ ത്യാഗം എന്നുള്ള വാക്കും വളരെ ശ്രദ്ധിക്കണം. പൊതുവേ നമ്മൾ ത്യാഗം എന്ന വാക്ക് ഉപയോഗിക്കുക വീട്ടുകാർക്ക് വേണ്ടി ത്യാഗം ചെയ്യും. അപ്പൊ പൊതുവെ സ്ത്രീകളുടെ മനസ്സ് കുറെ കൂടി വിശാലമാണ്. അവര് കുടുംബത്തിന് വേണ്ടി മനസ്സിനെ ത്യാഗം ചെയ്യും. ഭർത്താവിന്റെ സുഖം, മക്കളുടെ സുഖം എന്നൊക്കെ പറഞ്ഞ് അവര് കുറെ തൻ്റെ സുഖങ്ങളെ മാറ്റി നിർത്തും. ഇപ്പൊ രാത്രി 12 മണിക്ക് കിടന്നുറങ്ങിയാലും കാലത്ത് നേരത്തെ എണീറ്റ് മക്കളുടെ കാര്യം നോക്കും. അല്ല, അവർക്ക് അവിടെ പോകണം, ഇവിടെ പോകണം. അതുകൊണ്ട് അവരുടെ ഉറക്കം അവരത്ര ശ്രദ്ധിക്കില്ല. കാരണം ഒരു ത്യാഗ ജീവിതം അവർക്കുണ്ട്. പക്ഷെ അപ്പോഴും ആ ത്യാഗത്തിന്റെ പിന്നിലും ഒരു സ്വാർത്ഥത ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോ എൻ്റെ കുട്ടികള് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ എന്നുള്ളൊരു ഭാവമുണ്ട്. ഇവിടെ ത്യാഗം എന്ന് പറയുന്നത് എൻ്റേതിന് വേണ്ടി ത്യാഗം ചെയ്യല്ല, എന്നെ ത്യാഗം ചെയ്യണം. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. കുറച്ചു നേരത്തേക്കെങ്കിലും തന്നെ ത്യാഗം ചെയ്യാനുള്ള മനസ്സ്. അപ്പൊ തന്നെ ത്യാഗം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവിടെയാണ് കൃത്യമായ അനുഷ്ഠാനങ്ങളുടെ മഹത്വം. അപ്പൊ കാലത്തെണീറ്റ് നിങ്ങൾ കുറച്ചു നേരം ഇരുന്ന് ജപിക്കുന്ന സംസ്കാരമുള്ളവരാണെങ്കിൽ അവിടെ നിങ്ങൾ ശരിക്കുള്ള ത്യാഗം ചെയ്യാണ്. ആരെയാണ് നിങ്ങൾ ത്യാഗം ചെയ്യുന്നത്? നിങ്ങളെ തന്നെ ആ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനത്തിലേക്ക്, ജപത്തിലേക്ക് നിങ്ങൾ ത്യാഗം ചെയ്യുന്നു. അങ്ങനെ ത്യാഗം ചെയ്തതുകൊണ്ട് എന്താ കിട്ടുന്നത്? എവിടെ നമ്മളെ ത്യാഗം ചെയ്യുന്നോ അവിടെ മനസ്സിന് സമചിത്തതയും സമബുദ്ധിയും മനോബലവും ഉണ്ടാവുന്നു. എത്ര കണ്ട് നമ്മളെ ത്യാഗം ചെയ്യുന്നുണ്ടോ അവിടെയാണ് മനോബലം ഉണ്ടാവുന്നത്. ഈ മനോബലമില്ലായ്മയാണ് പലരും നമ്മുടെ മനസ്സിനെ ചൂഷണം ചെയ്യുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സ് നമ്മുടെ കൂടെയുണ്ടെന്ന തെറ്റിദ്ധാരണയും ജീവിച്ച് ആ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ ഇരുന്ന് ദുഃഖിച്ച് കരഞ്ഞ് വിഷമിച്ച് ഞാൻ ഒറ്റപ്പെട്ടു, എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെയുള്ള പരിഭവങ്ങളും പരാതികളും പറയുന്നത്. ഇന്ന് നല്ലൊരു ശതമാനം പെൺകുട്ടികളും വിവാഹത്തിന് ശേഷം പറയുന്ന വാക്കാണ് ആത്മാർത്ഥമായ സ്നേഹമില്ല. ഞാൻ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും സഹിച്ച് മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും എൻ്റെ സുഖത്തെക്കുറിച്ചോ എൻ്റെ സൗകര്യത്തെക്കുറിച്ചോ ആരും ചിന്തിക്കുന്നില്ല. എല്ലാവർക്കുള്ളൊരു പരാതിയാണത്. അപ്പൊ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആർക്കൊക്കെയോ വേണ്ടി ത്യാഗം ചെയ്യുന്നു, എന്നാൽ എനിക്ക് വേണ്ടി ആരും ത്യാഗം ചെയ്യുന്നില്ല. എന്നെല്ലാവരും മുതലെടുക്കുന്നു, എന്നെല്ലാവരും ചൂഷണം ചെയ്യുന്നു. ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ആളുകൾക്ക്? പറയൂ. അതല്ലേ ഇന്ന് ഇത്രയും ഡൈവേഴ്സ് കൂടി വരുന്നത്? അത്രയും അല്ലേ? അല്ലെങ്കിൽ ഇത്രയധികം ഡൈവേഴ്സ് വരേണ്ട കാര്യമില്ല. കാരണം ഈ രണ്ട് കാര്യങ്ങളാണ്. ഞാൻ പലർക്കും വേണ്ടി കഷ്ടപ്പെടുന്നു, പക്ഷേ എൻ്റെ കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് വേണ്ടതൊന്നും ആരും ചെയ്തു തരുന്നില്ല. അങ്ങനെ ഒരു പരാതിയല്ലേ? അതുകൊണ്ടാണ്
കോടതിയിലൊക്കെ പറയുന്നത് എന്ത്? എല്ലാവർക്കും പറയാനുള്ള വാക്കതാണ്, അഡ്ജസ്റ്റ്മെന്റുകളില്ല, ഞങ്ങൾ പൊരുത്തപ്പെട്ടു പോകുന്നില്ല, മാനസികമായ ഐക്യമില്ല. എന്താ മാനസികമായിട്ട് ഐക്യമില്ലാത്തത്? ഞാൻ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തു തരുന്നില്ല. എന്നെ എല്ലാവരും മുതലെടുക്കുകയാണ്, എന്നെ ചൂഷണം ചെയ്യുകയാണ്, എന്നെ എല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ്. അങ്ങനെയല്ലേ പറയുക? ആണോ അല്ലയോ? ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളെ മറ്റുള്ളവർ സ്നേഹിച്ചില്ല എന്ന് വരാം, നമ്മളെ മറ്റുള്ളവർ പരിഗണിച്ചില്ല എന്ന് വരാം, പക്ഷെ നമ്മളെ തളർത്താൻ ഒരാളെയും അനുവദിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ സ്നേഹവും നമ്മുടെ സുഖവും നമ്മുടെ ശക്തിയും നമ്മൾ കണ്ടെത്തേണ്ടത് അനുഷ്ഠാനത്തിലായിരിക്കണം. എന്തിലായിരിക്കണം? അത് ഓർമ്മിപ്പിക്കുകയാണ്. കൈകേയിക്ക് സൗന്ദര്യമുണ്ട്, കൈകേയിക്ക് ശരീരത്തിനെല്ലാം ആകൃതിയുണ്ട്, ശരീരത്തിന് നല്ല മനസ്സിന് ശാരീരവുമുണ്ട്, മനസ്സിന് നല്ല വാചാല സൗന്ദര്യമൊക്കെ ഉണ്ട്. അതൊക്കെ കൈകേയിക്കുണ്ട്. പക്ഷെ കൈകേയിക്ക് ഇല്ലാതെ പോയത് മനോബലം മാത്രമാണ്. ഒരു ആത്മീയമായ മനോബലം കൈകേയിക്ക് നേടിക്കൊടുക്കാൻ ഒരു ഭർത്താവായ ദശരഥന് സാധിച്ചില്ല. ഇത് ഇന്നത്തെ കുട്ടികൾക്കുള്ള വലിയൊരു ചിന്തയാണ്. ഇന്ന് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്തൊക്കെ കല്യാണം കഴിച്ചാൽ ഗുരുവായൂരും മറ്റു ക്ഷേത്രങ്ങളിലും പോകും, ഒന്ന് ഭഗവാനെ പോയി തൊഴുത് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി. ഇന്നിപ്പം പോകുന്നത് നേരെ കൊടൈക്കനാലാണ്. രണ്ടും തിരിച്ചു വരുമ്പം കൊടയുണ്ടാവില്ല, കനാലുണ്ടാവും. അടി ഇടി ബഹളം രണ്ടും കൂടി ചീത്ത, അങ്ങനെ ബഹളം വെച്ച് ഒരാൾ കനാലിലും ഉണ്ടാവും, ഒരാൾ റോട്ടിലും ഉണ്ടാവും. ഇതാണ് ഇന്നിപ്പോ നമ്മള് ഇവരുടെയൊക്കെ ഹണിമൂൺ എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. പോകുന്ന സമയത്ത് ഹണി ഉണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോ രണ്ടും മൂണിലാണ്. ആ അവസ്ഥയിലാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ എന്തിനാ നിങ്ങളോട് തമാശ പറയല്ല. വാസ്തവത്തിൽ എന്താ പറ്റുന്നത്? വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം അവരുടെ ഉള്ളിൽ വരേണ്ടതാണ്. അതായത് സ്വാർത്ഥതയിലുള്ള സ്നേഹബന്ധങ്ങൾക്കൊന്നും അധികം ആയുസില്ല. സ്വാർത്ഥതയൊക്കെ കുറച്ചു കാലേ പോവുള്ളൂ. ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ദൈവീകമായ സ്നേഹമാണ്, ആത്മസ്നേഹമാണ്. അത് അനുഷ്ഠാനത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ, അല്ലാതെ വേറൊരു വഴിയില്ല. നിങ്ങൾ നോക്കൂ, കൃഷ്ണൻ ഗോപികമാരത്ത് 14 വർഷം വൃന്ദാവനത്തിൽ താമസിച്ചു. അത് കഴിഞ്ഞ് 14ാമത്തെ വർഷം കൃഷ്ണൻ വൃന്ദാവനം ഉപേക്ഷിച്ചു. നിങ്ങൾക്കറിയാലോ, കൃഷ്ണന്റെ ജീവിതത്തിൽ രുക്മിണീ ദേവിയും സത്യഭാമയും ഒക്കെ കൃഷ്ണന്റെ ഭാര്യമാരാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കൃഷ്ണനെ വിളിച്ചു വരുന്നത് രാധാകൃഷ്ണൻ എന്നാണ്. എന്നാൽ രാധയൊട്ട് കൃഷ്ണനെ കെട്ടിയിട്ടുമില്ല, ഇല്ലേ? രാധാകൃഷ്ണന്റെ ഭാര്യയല്ല. രാധാകൃഷ്ണന്റെ ആരാണ്? രാധാകൃഷ്ണന്റെ ആരാണ്? സഖിയാണ്, കാമുകിയാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് കൃഷ്ണന്റെ ലപ്പ്. എന്താ അതിന് ഭാഷ എന്ന് എനിക്കറിയില്ല, അല്ലെ? കൃഷ്ണന്റെ ഒരു ലപ്പാണ് ആര്? രാധ. അത്രയേ ഉള്ളൂ, അല്ലെ? എന്താ ഇന്നത്തെ ഭാഷ എനിക്കറിയില്ല. ഇന്ന് പുതിയ പുതിയ ഭാഷകളൊക്കെയാണല്ലോ, ജൻസി എന്നൊക്കെ പറയുന്ന പോലെ പുതിയ ഭാഷകളാണ്. അപ്പോ ഈ തരത്തില് കൃഷ്ണന്റെ ഒരു കാമുകിയായിരിക്കുന്ന ഒരു രാധയെ അവസാനം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൃഷ്ണൻ തേച്ചൊട്ടിച്ചു പോയി, ഇല്ലേ? അങ്ങനെയൊക്കെയാണല്ലോ ഭാഷ പറയുക. അവൻ തേച്ച് ഒട്ടിച്ചു പോയി എന്നൊക്കെ ഭാഷ. കൃഷ്ണൻ 14 വർഷം കഴിഞ്ഞ് വൃന്ദാവനം വിട്ടുപോയി. എന്നാൽ ആ രാധ മോങ്ങിക്കരഞ്ഞ് റോട്ടിൽ കടന്നിട്ട്, കനാലിൽ കടന്നിട്ട് കരഞ്ഞില്ല. എന്നെ ഒരു വഴിക്കാക്കിയിട്ട് എന്നെ പറ്റിച്ച്, എന്നെ ചതിച്ച്, എന്നെ വഞ്ചിച്ച് പോയി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി പോക്സോ കേസ് കൊടുക്കാൻ രാധ പോയില്ല. ഇന്നാണെങ്കിൽ കൃഷ്ണന്റെ പേരിൽ പോക്സോ കേസ് വന്നിട്ടുണ്ടാവും, ആണോ? അതാണ് അവസ്ഥ. എന്നാൽ രാധ കേസ് കൊടുക്കാനൊന്നും കേസ് പോയില്ല. കാരണം രാധ തളർന്നില്ല. കാരണം കൃഷ്ണനും രാധയും നേരത്തെ വളരെ മനോഹരമായിട്ട് നമ്മൾ അഷ്ടപതിയിൽ കേട്ടില്ലേ? കൃഷ്ണന്റെ പ്രേമം എന്ന് പറയുന്നത്, രാധയുടെ പ്രേമം എന്ന് പറയുന്നത് കേവലം കൃഷ്ണനാകുന്ന വ്യക്തിയോടായിരുന്നില്ല, ആ ദൈവീകതയോടായിരുന്നു. കൃഷ്ണനിലുള്ള ആ ഒരു ദൈവീകമായ ശക്തി അത് അനുഭവിച്ചറിഞ്ഞ ആളാണ് ആര്? രാധ. ഒരു ഭാര്യയിലുള്ള ദൈവീകത, ഭർത്താവിലുള്ള ദൈവീകത, ഇത് കണക്ട് ചെയ്ത് കിട്ടണമെങ്കിൽ രണ്ടുപേരിലും ഒരു അനുഷ്ഠാന സംസ്കാരം ഉണ്ടാവണം. അതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയത്. കുറച്ചു നേരത്തേക്കെങ്കിലും ദിവസവും പൂജാമുറിയിലോ ക്ഷേത്രങ്ങളിലോ പോയി നാമജപ സംസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ദൈവീകമായ ശക്തി രണ്ടുപേരിലും ഉണർന്നു വരുമ്പോൾ, ആ ദൈവീകമായ ശക്തിയിലേക്ക് കണക്ട് ചെയ്യപ്പെടുമ്പോൾ
അവിടെ പരിഭവങ്ങളും പരാതികളും ഉണ്ടാവില്ല. നിങ്ങൾ നോക്കൂ, കൈകേയി ദശരഥനെ വെറുക്കുന്നു. തൻ്റെ പുത്രന് രാജ്യം കൊടുത്തിട്ടില്ലെങ്കിൽ ദശരഥൻ മരിച്ചാൽ പോലും കൈകേയിക്ക് വിരോധമില്ല. ഉണ്ടോ? എന്നാൽ ഗർഭിണിയായ സീതയെ രാമൻ പാടെ അവഗണിച്ചു. വാത്മീകി ആശ്രമത്തിൽ പ്രസവിക്കുന്ന സീതാദേവിയെ ഒന്ന് പോയി കാണാനോ, ആ കുട്ടികളെ ഒന്ന് കാണാനോ, കുട്ടികൾക്ക് പേരിടേണ്ട കർത്തവ്യെങ്കിലും അച്ഛനൊക്കെ അല്ലേ, അതിനൊന്നും രാമൻ പോയിട്ടേ ഇല്ല. ഉണ്ടോ? എന്നിട്ട് ആ രാമന്റെ ചരിതമാണ് ഈ ലവകുശന്മാരെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ബന്ധം ഒരു വ്യക്തിബന്ധമായിരുന്നില്ല, അതൊരു ആത്മബന്ധമായിരുന്നു. അപ്പൊ രാമൻ എന്ന വ്യക്തിയല്ല സീത കണ്ടത്, രാമനിലുള്ള ദൈവീക ഗുണങ്ങളെയാണ്. ഇതുപോലെയാണ് സീതയിലുമുള്ള ദൈവീക ഗുണങ്ങളെയാണ് ആര് കാണുന്നത്? രാമൻ കാണുന്നത്. സീത അത്ര ഉറപ്പാണ് രാമന്. സീത ഇതെല്ലാം തരണം ചെയ്യാൻ കഴിവുള്ളവളാണ്. മനസ്സിലായില്ലേ? ആ ഒരു ധൈര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ദശരഥ മഹാരാജാവ് ഒരു വശത്ത് രാമനെ യുവരാജാവാക്കി തീർക്കാനുള്ള പദ്ധതികളും സ്വപ്നങ്ങളും മോഹങ്ങളും അങ്ങനെ തലയിൽ വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു വിചാരം ഉണ്ടായിരുന്നു, ഞാൻ പറയുന്ന തീരുമാനം മാത്രമേ എൻ്റെ ഭാര്യമാരും എടുക്കുകയുള്ളൂ, അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നു, ആരും തടസ്സം പറയില്ല എന്നൊക്കെയുള്ളൊരു മുൻവിധി ആർക്കുണ്ടായിരുന്നു? ദശരഥ മഹാരാജാവിനുണ്ടായിരുന്നു. എന്നാൽ ദശരഥ മഹാരാജാവ് തിരിച്ച് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ കൈകേയിയെ കാണുന്നില്ല. കൈകേയിയാണെങ്കിൽ ക്രോധാലയത്തിലാണ്. അപ്പൊ അതിന് ക്രോധാലയത്തിൽ എത്താനുള്ള കാരണം ഇതെല്ലാം കൈകേയിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് മന്ദരയാണ്. ആ മന്ദരയുടെ സ്വാധീനത്തിലേക്ക് കുറച്ചു നേരത്തേക്ക് കൈകേയി പെട്ടുപോയി. അപ്പൊ മന്ദര പറയുന്നത് വളരെ ശരിയായി കൈകേയിക്ക് തോന്നുകയാണ്. എന്താണത്? രാമൻ യുവരാജാവായാൽ കൗസല്യായിരിക്കും രാജമാതാവ്, ലക്ഷ്മണനും അവിടെ വരും, അപ്പൊ സുമിത്രയ്ക്ക് സ്ഥാനം ഉണ്ടാവും, ഭരതനെയും എന്നെയും ഇവിടെ ആർക്കും വേണ്ടാതാവും. അപ്പൊ താൻ ഒറ്റപ്പെട്ട്, താൻ അവഗണിക്കപ്പെട്ട്, താൻ അവജ്ഞയോടുകൂടി പുറത്ത് ജീവിക്കേണ്ട ഒരവസ്ഥ. ഇപ്പോൾ ഭാര്യയായി, പത്നിയായിട്ട്, രാജ്ഞിയായിട്ട് വിലസുന്ന താൻ ഇനി കൊട്ടാരത്തിൽ ആരുമല്ലാതായി തീരുന്ന ഒരവസ്ഥ. എന്നാൽ ഈ കൈകേയിക്ക് ഒരു കാര്യം ചിന്തിക്കാമായിരുന്നു, അത് ദശരഥൻ മരിച്ചതിന് ശേഷമല്ലേ ഉണ്ടാവുള്ളൂ, ദശരഥൻ മരിക്കുന്നത് വരെ എനിക്കൊരു സ്ഥാനം ഉണ്ടാവില്ലേ? എന്നാൽ അതുപോലും ചിന്തിക്കാൻ ആര് തയ്യാറായില്ല? കൈകേയിയുടെ വിചാരം നാളെ തന്നെ രാമൻ രാജാവായി, രാജമാതാവായി കൗസല്യ വന്നു, രാജ്ഞിയായിട്ട് സീത വന്നു, ദശരഥൻ മരിച്ചു പോയതുപോലെയാണ് ആര് കാണുന്നത്? കൈകേയി കാണുന്നത്. അപ്പൊ നോക്കൂ, എന്ത് സ്നേഹമാണ് കൈകേയിയുടെ ഉള്ളിൽ ആ രാജാവിനെ കുറിച്ചുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം, എനിക്ക് തോന്നുന്നു കൈകേയി രാജാവിനെ കാണുന്നത് കുറെ കാമവികാരങ്ങളുള്ള ദുർബലനായ ഒരാളായിട്ടാണ്. അദ്ദേഹത്തിന് കുറെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമായിട്ടാണ് കൈകേയിയെ അയാൾ കണക്കാക്കിയിരിക്കുന്നത്. അവർ തമ്മിലൊരു ആത്മബന്ധം ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ കേവലം ഒരു ആത്മബന്ധമില്ലാതെ ഒരു ശരീരബന്ധം വെച്ച് പുലർത്തുന്നിടത്ത് മാനസികമായ ഐക്യവും ഒത്തൊരുമയും ഉണ്ടാവില്ല. അപ്പൊ മനുഷ്യന്റെ ബന്ധങ്ങള് ശരീരതലത്തിൽ നിന്നും മനുഷ്യന്റെ ആത്മീയ തലത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ പരസ്പരമായ മാനസിക ബഹുമാനവും ഇരുത്തവും പൊരുത്തവും മഹത്വവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. രാമായണം നമ്മൾ വെറുതെ വായിക്കുകയല്ല. നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ട ഒരു സന്ദേശം ഇതാണ്. കല്യാണം കഴിഞ്ഞ് അല്പം പോലും ഒരു 10 മിനിറ്റ് പോലും നാമം ചെല്ലാൻ അവർക്ക് സമയമില്ലെങ്കിൽ ഒരാത്മീയ ബന്ധമില്ലാത്ത ബന്ധങ്ങളൊന്നും ഒരു കാലത്തും തുടർച്ചയായിട്ട് നിലനിന്ന് പോവില്ല. കുറെ കഴിഞ്ഞാൽ സ്വാർത്ഥത ഉയർന്നു വന്ന്, അഹങ്കാരം ഉയർന്നു വന്ന് ഏത് ബന്ധങ്ങളെയും തകർക്കാൻ അധിക സമയം വേണ്ട. ആർക്ക് വേണമെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ അവരെ എളുപ്പത്തിൽ സാധിക്കും. മനസ്സിലായില്ലേ? ഒരു നിമിഷം കൊണ്ട് ബന്ധങ്ങൾ തകർത്ത് തരിപ്പണമാക്കാൻ സാധിക്കും. ഇതൊന്നും ഇന്ന് നമ്മുടെ ഹിന്ദുക്കൾ അത്ര ഗൗരവമായി എടുക്കുന്നില്ല. കാരണം നമുക്കൊരു ആത്മീയതയിൽ ഒരു തെറ്റുപറ്റി എന്താണെന്ന് വെച്ചാൽ, അച്ഛനമ്മമാര് ക്ഷേത്രത്തിൽ പോവുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു അധപ്പതിച്ച സംസ്കാരം നമ്മുടെ സൗത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കൂടിപ്പോയി. നിങ്ങൾ നോർത്തിൽ പോയാൽ ഇത് കാണില്ല. കാരണം അവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ അച്ഛനമ്മമാരെ പ്രാർത്ഥിക്കുന്നതല്ല, അവർക്കൊരു ഗുരുത്വം പണ്ടേ ഉണ്ട്. ഏത് ആളുകളും പല ഗുരുക്കന്മാരുമായി ചേർന്ന ഒരു സംസ്കാരമുണ്ട്. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻകാരുടെ സംസ്കാരം അറിയുമെന്ന് അറിയില്ല. ഒരു കുട്ടി പോലും ഉണ്ടാവില്ല
ഈ രാമചരിത മാനസത്തിലെ ഹനുമാൻ ചാലീസ എന്ന് പറയുന്ന ഒരു ഭാഗം അറിയാത്തവരായിട്ട്, ഏത് കൊച്ചു കുട്ടികളെയും അവരത് പഠിപ്പിച്ചെടുക്കും, ഹനുമാൻ ചാലീസ. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടോ എന്ന് നോക്കൂ. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ അറിയോ? അതൊന്നും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഇതാണ് ചൊല്ലേണ്ടത്, നമ്മൾ നിർബന്ധമായി വിഷ്ണു സഹസ്രനാമം ചൊല്ലണം, നമ്മൾ ലളിതാ സഹസ്ര. ഇപ്പൊ കർക്കിടക മാസമാണ്, നിങ്ങളൊന്ന് ആലോചിച്ചു. എല്ലാവർക്കും അറിയാം കർക്കിടക മാസം നമ്മൾ പവിത്ര മാസമായിട്ട് കാണുന്നു എന്നുള്ളത്, അല്ലേ? എന്നാൽ എത്ര വീടുകളിൽ ഈ ലളിതാ സഹസ്രനാമ ജപം ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറെ അമ്മമാരിരുന്ന് ചൊല്ലുന്നുണ്ടാവും, പക്ഷെ കുട്ടികളുടെ ഇടയിൽ ഇത് ചൊല്ലുന്ന സംസ്കാരം വളരെ കുറവാണ്. എന്നാൽ ഇതിൽ മാറ്റമുണ്ട്, ഇല്ല എന്നല്ല. കാരണം പുറത്തു പോകണം, കേരളത്തിന് പുറത്തേക്ക് പോകണം. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ സപ്താഹം നടത്തിയപ്പോൾ, ഞങ്ങൾ ലളിതാ സഹസ്രനാമം നടത്തിയപ്പം 200ഓളം ചെറുപ്പക്കാരാണ് പങ്കെടുത്തത്. അപ്പൊ ഇത്രയും ചെറുപ്പക്കാർ അവിടെ വന്നതിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനോടുള്ളൊരു മഹത്വം അറിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ഇതെന്നൊക്കെ ഒരു മനസ്സിലാവേണ്ടത്, നമ്മൾ കേരളത്തിലാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു ചെറിയൊരു അവഗണന. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാരാണ് ഇതിന്റെ ശത്രുക്കള്. കാരണം അവര് കുട്ടികളിലേക്ക് ഇത് വേണ്ടതുപോലെ പകർന്നു കൊടുത്തിട്ടില്ല. അവര് വെറും ട്യൂഷൻ കുട്ടികളായി വളർന്നതുകൊണ്ട്, വെറും സ്കൂളുമായി മാത്രം ബന്ധമുള്ള ഒരു ജീവിതം വളർന്നു വന്നുകൊണ്ട് അവർക്ക് ഇതിനോടൊന്നൊരു പ്രതിപത്തില്ല. അമ്പലത്തിൽ പോകുന്നത് ഉത്സവ സമയത്താണ്, ഉത്സവം കാണുന്നു, കുറെ പ്രോഗ്രാം കാണുന്നു. അതും വല്ലവരും ഇനി അമ്പലത്തിൽ ഇപ്പൊ ആള് കൂടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, റിമി ടോമി ഒക്കെ വരണം, എന്നാലേ അവര് ഡാൻസ് കളിച്ചാലേ അമ്പലത്തിൽ ഒരു ചൈതന്യം വരുള്ളൂ. നോക്കണം. അപ്പൊ അമ്പലത്തിലെ വിഗ്രഹത്തിനോ അമ്പലത്തിലെ പൂജയ്ക്കല്ല ചൈതന്യം ഉള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും അറിയപ്പെടുന്ന ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളത്തിന് വെക്കണം, ആണോ? പ്രത്യേകിച്ച് നിങ്ങളുടെ പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ്. ഇന്ന സ്ഥലത്തുള്ള ആന വരുന്നു പറഞ്ഞാൽ എന്താ ഭക്തന്മാരുടെ ഒരു തിരക്ക് നോക്കൂ. നമ്മൾ വിചാരിക്കും ഭക്തി ആനയെ കാണാൻ വന്നാ. ആലോചിച്ച് നോക്കൂ. ഇതുപോലെ മറ്റ് കലാപരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ, ഞാൻ പറയുന്നത് മുതിർന്നവരെ കാര്യമില്ല, കുട്ടികൾ പൊതുവെ അമ്പലങ്ങളിൽ വരുന്നത്, ആണോ? ഞാനിവിടെ 2 ദിവസമായി, എത്ര കുട്ടികൾ ഈ അമ്പലത്തിൽ വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുമല്ലോ? വളരെ കുറവാണ്. ഇനിയിപ്പോ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ സപ്താഹം നടത്തും. ആ ഗുരുവായൂരില് ഇപ്പോഴത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം, അപ്പൊ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ശ്രീകോവിൽ നിങ്ങളുടെ എന്താണ് അതൊക്കെ എഴുന്നള്ളിച്ച് വരുന്നൊക്കെ എനിക്ക് സ്റ്റേജിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പൊ അത്ഭുതം തോന്നാറുണ്ട്. കുട്ടികൾ വളരെ കുറയുകയാണ്. കുറേ പ്രായമുള്ളവരാണ് അമ്പലങ്ങളിൽ കൂടി വരുന്നത്. അപ്പൊ കുട്ടികൾ എന്താ ഈ വഴിക്ക് വരാത്തത്? അവിടെ പോയാൽ എന്താ ചെയ്യേണ്ടത്, എന്താ ചൊല്ലേണ്ടത് എന്നതൊന്നും അച്ഛനമ്മമാര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തില്ല. അവര് നോക്കുമ്പോ ഇങ്ങനെ തൊഴണം, കൈകൂപ്പി കുറെ കറങ്ങണം, പായസം വാങ്ങിക്കണം, പിന്നെ അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ മസാല ദോശയും കഴിക്കണം, പിന്നെ എന്തെങ്കിലും ഷോപ്പ് ചെയ്യണം. ഈ തരത്തിൽ പുറത്തിറങ്ങിയാൽ കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചും അത് ഇന്ന സ്ഥലത്ത് നല്ല മസാല ദോശ കിട്ടും, ഈ കാര്യങ്ങളും ഇന്നെ ഷോപ്പിൽ നിന്ന് ഇന്നത് മേടിക്കണം, ഇതൊക്കെ അല്ലാതെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് സത്യസന്ധമായി ചോദിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് അറിയോ? പറയൂ നിങ്ങൾ. അപ്പൊ നിങ്ങൾ കുട്ടികളോട് പറയാം, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി എന്തിനാണ്? ഇവിടെ ഇരുന്ന് നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലണം. ഇവിടുന്ന് ചൊല്ലുമ്പോൾ ഇതിന്റെ ഒരു ചൈതന്യം മഹത്വം വേറെയാണ്. ഇവിടെയാണ് പൂന്താനവും, ഇവിടെയാണ് പട്ടതിരിപ്പാടും, ഇവിടെയാണ് കുറൂരമ്മയും വില്ലുമംഗലവും, ഇവിടെയാണ് ധാരാളം മഹാന്മാര്. പാലക്കാടുള്ള പണ്ഡിറ്റ് ഗോപാലൻ നായരുണ്ട്, ധാരാളം മഹാന്മാര്, അവരൊക്കെ കുറേ നേരം സമയം ചെലവഴിച്ച ക്ഷേത്രമാണ്. അവരുടെയൊക്കെ ശ്വാസനിശ്വാസങ്ങളുള്ള ഈ ഭൂമിയിൽ കുറച്ചു നേരം ഇരുന്ന് നാമം ചൊല്ലുന്നത് നമ്മുടെ കുട്ടികളോട് പറയാണ്, നമ്മുടെ മനസ്സിനത് ഒരു ദൈവികത തരും എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് നമ്മൾ കുറച്ചു നേരം ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കാൻ നമ്മളാരും പഠിപ്പിച്ചിട്ടില്ല. ഉണ്ടോ? പറയൂ നിങ്ങൾ. ഞാൻ എൻ്റെ ഏപ്രിൽ മെയ് മാസത്തിലാണ് ഞങ്ങൾ ഗുരുവായൂർ പോവാറ്. എൻ്റെ വീട് കാലിക്കറ്റിലാണ്. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ഗുരുവായൂരിൽ 2 ദിവസം സ്പെൻഡ് ചെയ്യുന്ന ഏപ്രിൽ മെയ് മാസത്തിലാണ്, മിക്കവാറും മെയ് മാസത്തില്. അപ്പോഴാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഈ തലയിൽ ഈ ബോധം വരുന്നത്. കാരണം ഈ കുട്ടിക്കാലത്ത് മെയ് മാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരുവായൂരപ്പന് വിശേഷപ്പെട്ട ഏത് മാസം? വൈശാഖ മാസമാണ്. അപ്പൊ വൈശാഖത്തിൽ അവിടെ ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ എൻ്റെ കുട്ടിക്കാലത്ത് വായനയുണ്ടാവും. അപ്പൊ 2 ദിവസം അവിടെ നിൽക്കണം, വായനയിൽ പങ്കെടുക്കണം. അപ്പൊ എന്താണ് ഭാഗവതം, എന്തൊക്കെയാണ് ഭാഗവത്തിലെ കഥകൾ, ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ തലയിലേക്ക് അങ്ങനെയാണ് കയറി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഭാഗവത്തിലേക്കൊക്കെ വരുന്നത്. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷൻ ഉള്ള കാലം, അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലോ ഇങ്ങനെയൊരു മഹത്വം ഉണ്ട് ഇതിന്. ഇവിടെയാണ് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ്. ഇപ്പൊ എത്രയോ സപ്താഹങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, എത്രയോ ആളുകൾ അവിടെ പോകുന്നുണ്ട്. ഒരു 10 മിനിറ്റ് അവിടെ സപ്താഹം നടക്കുന്ന അധ്യാത്മ ഹാളിൽ ഒരു 10 മിനിറ്റ് ഇരിക്കുക, കുട്ടികളെ കൊണ്ടത് കേൾപ്പിക്കുക. ഇതൊക്കെ
ഇന്ന് നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അതിന് പലപ്പോഴും മനസ്സ് തോന്നില്ല. അതെന്താ അറിയോ? സ്വാർത്ഥത അത്ര ഉള്ളിൽ ഉറച്ചിരിക്കുകയാണ്. എൻ്റെ കാര്യങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ കാര്യങ്ങൾ ദൈവം നടത്തി തരണം, എന്തോ ഇതൊക്കെ നടത്തിയാൽ എല്ലാം നേരെയാവുന്നതാണ്. പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, എന്തൊക്കെ നിങ്ങൾ നടത്തിയെടുത്താലും, എന്തൊക്കെ നിങ്ങൾ നേടിയെടുത്താലും, ഓരോരുത്തരുടെയും സ്വാർത്ഥത ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിൽ നിന്നും അകന്നു പോകും. ഒരാളുടെ സ്വാർത്ഥ മനസ്സിനെയും നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കാലം നിങ്ങളെ അനുവദിക്കില്ല. അത് സത്യസന്ധമായി മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഒരാളുടെ സ്വാർത്ഥ മനസ്സിനെയും എനിക്ക് സ്വന്തമാക്കാൻ കാലം എന്നെ അനുവദിക്കില്ല. ആരെ പോലെ? ദശരഥ മഹാരാജാവിന് വേണ്ടി കൈകേയി സർവത്യാഗം ചെയ്ത തൻ്റെ വിരൽ വെച്ച് രാജാവിന്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്ന കൈകേയിയുടെ മനസ്സ് പോലും രാജാവിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ആ കൈകേയിക്ക് അവരവരുടേതായ സ്വാർത്ഥതയുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? നിങ്ങൾ മക്കൾക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും, മക്കളെ നിങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോയാലും, ഒരു ആധ്യാത്മിക സംസ്കാരം ഇല്ലാതെ പോയാൽ ഒരാളുടെ മനസ്സിനെയും നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ സാധ്യല്ല. എന്നിട്ട് നിങ്ങൾ കുറ്റം പറയരുത്. ഞാൻ കഷ്ടപ്പെട്ടു, അവരെ വളർത്തി, അവർക്ക് ഒരുപാട് ഞാൻ സഹായം ചെയ്തു, അവർക്ക് വേണ്ടി എൻ്റെ ജീവിതം ഇത്രയും ഒഴിഞ്ഞു വെച്ചു, എന്തിനിപ്പോ അവർക്കൊന്നും എന്നെ യാതൊരു വിലയില്ല. ഇത് പറയരുത്. ആലുവയിൽ എവിടെയാണ് തോന്നുന്നു, ഒരിക്കലും ഒരു യൂട്യൂബിൽ ആരോ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഒരു കാത് കേൾക്കാത്ത, ഞാൻ മുമ്പ് സപ്താഹത്തിൽ പറഞ്ഞിട്ടുണ്ടാവും ഇത്, ഒരു കാത് കേൾക്കാത്ത കാരണവരോട് ഒരാൾ ചോദിക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ, അല്ല എന്താ ഒറ്റയ്ക്കാണോ ജീവിതം എന്ന്. അപ്പൊ ഈ മനുഷ്യൻ ഒറ്റയ്ക്കാ, ഭാര്യ മരിച്ചുപോയി, ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അല്ല ഒറ്റയ്ക്കാണോന്ന്, കാത് കേൾക്കാത്തോണ്ട് ഇത്തിരി ഉറക്ക വെടി പൊട്ടിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒറ്റയ്ക്കാണ്. അപ്പം മക്കളൊക്കെ, അപ്പൊ പറഞ്ഞു മക്കളുണ്ട്, 2 എണ്ണം ഉണ്ട് എന്ന്. എവിടെയാണെന്ന്? ഒരുത്തൻ US അപ്പൊ IT കാരാ രണ്ടുപേരും, ഒരുത്തൻ ബാംഗ്ലൂരാണ്. മക്കളൊക്കെ നോക്കാറില്ലേ? നല്ലോണം. മക്കളൊക്കെ നോക്കാറുണ്ട്, നല്ലോണം നോക്കാറുണ്ട്. അല്ല വല്ലതൊക്കെ തരാറുണ്ടോ എന്ന്? മൂത്തവൻ കാര്യമായിട്ടൊന്നും തരാറില്ല. രണ്ടാമത്തവൻ ഇടയ്ക്കിടയ്ക്ക് വരും, അവൻ ഇടയ്ക്കിടയ്ക്ക് തരണം എന്നുണ്ട്, പക്ഷെ ഞാൻ കൊള്ളാതെ മാറി നിൽക്കാറുണ്ട് എന്ന്. അപ്പൊ എന്താ തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് മകന്റെ കാര്യം. അവൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം എന്ന് തോന്നാറുണ്ട്, ഞാൻ കൊള്ളാതെ മാറി നിൽക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഉണ്ട് നോക്കൂ നിങ്ങൾ ആ ബന്ധം. എന്ന് പറഞ്ഞ പോലെ പ്രായമായാൽ ഒരുവിധം എല്ലാവരും പരാതി പറയണതാണ്, ഞാൻ കഷ്ടപ്പെട്ടു, അവരെ നോക്കി ഇവരെ നോക്കി, അവർക്ക് വേണ്ടി അത് ചെയ്തു, ഇപ്പൊ എന്നെ ആർക്കും വേണ്ടാതായി. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ വിചാരിച്ചു ആരുടെയൊക്കെയോ മനസ്സ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന്. അതുകൊണ്ട് രാമായണത്തിൽ നിന്നും പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്, ദശരഥ കൈകേയി ബന്ധത്തിൽ നിന്നും പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്, ആരുടെ മനസ്സും ആരുടെ കൂടെയും ഉണ്ടാവില്ല. ഈ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ആരെക്കുറിച്ചും ഒരു പരിഭവും ഒരു പരാതിയില്ല. മനസ്സിലായില്ലേ? ഈ സത്യം ഉൾക്കൊള്ളണം. അപ്പൊ എന്ത് വേണം? അപ്പൊ എൻ്റെ മനസ്സ്, ഈ മനസ്സിനെ ഞാൻ എന്ത് ചെയ്യണം? ഈ മനസ്സ് ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പലരും നിങ്ങളുടെ കൂടെയുണ്ടെന്ന ബോധത്തിൽ വെച്ച് കൊണ്ടു നടക്കുകയാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഓർമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ സമ്പത്ത് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ട്. ആരൊക്കെയാ കൂടെ? ഭാര്യ അല്ലേ? നിങ്ങളോടൊക്കെ ചോദിക്കില്ലേ ആരാ കൂടെയുള്ള? ഭർത്താവുണ്ട് എന്ന്. അപ്പൊ നിങ്ങളുടെ മനസ്സ് എവിടെയാ വെച്ചിരിക്കുന്നത്? ബാങ്കിലെ ലോക്കറിലാണോ വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ മനസ്സ് എവിടെയാ വെച്ചിരിക്കുന്നത്? ആരൊക്കെയോ നിങ്ങളുടെ കൂടെയുണ്ടെന്ന സ്വാർത്ഥ വിചാരത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ആരാ നിങ്ങളുടെ കൂടെയുള്ളതെന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ ഉത്തരം പറയാ? നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക ആരാപ്പം നിങ്ങളുടെ കൂടെയുള്ളത് എന്ന്, നിങ്ങൾ എന്താ പറയാ? ഭഗവാൻ എന്നൊക്കെ ഇപ്പം ഗമയിൽ പറയുന്ന വാക്കാണ്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ അതൊന്നും ഇപ്പോഴൊന്നും നിങ്ങൾക്ക് വരില്ല, ഭഗവാനുണ്ട് എന്ന്. ഇനി അങ്ങനെ ഒരു അമ്മ എന്നോട് പറഞ്ഞു, സ്വാമി ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഭഗവാൻ എവിടെയെന്ന്? എൻ്റെ വീട്ടിലെന്ന്. അതെങ്ങനെയാ വന്നത് എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിനെ ഞാൻ ഭഗവാനെ വിളിക്കുകയാണ്. അപ്പൊ ഭർത്താവിന്റെ പേരാണ് ഭഗവാൻ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലോ കുറെ പേര് അങ്ങനെ, ഗുരുവായൂരപ്പൻ എന്നുള്ള പേരുള്ളവരുണ്ട്, അയ്യപ്പൻ എന്നുള്ള പേരുണ്ട്. അയ്യപ്പൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങളെന്താ പേര്? ശബരിമല അയ്യപ്പൻ എന്നാണ്. മനസ്സിലായില്ലേ? ഒരുപക്ഷെ ഇവിടെയുള്ള ആളായിരിക്കും. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ പറയുന്നൊരു വാക്ക്, എൻ്റെ കൂടെ മക്കളുണ്ട്, അല്ലെങ്കിൽ അവരുണ്ട്, ഇവരെ സാധാരണ അങ്ങനെയാ പറയാം. ആണോ അല്ലയോ? പക്ഷെ ഇതേ നമ്മൾ തന്നെ കുറെ കഴിഞ്ഞാൽ പറയും, അവരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അവരെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് കുറച്ചുകൂടി പ്രായം വരണം.
കുറച്ചുകൂടി പ്രായമാകുമ്പോഴാണ് നമ്മൾ പറയുക അവരെ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന്. അവരവരുടെ സ്വാർത്ഥതയിൽ അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു എന്ന് പറയില്ലേ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, എൻ്റെ കൂടെ ആരും ഇല്ല, ആരും ഉണ്ടാവില്ല. ഉണ്ട് എന്ന് തോന്നുന്നത് താൽക്കാലികമായ ഒരു തോന്നൽ മാത്രമാണ്. നാളെ അവരുടെ സ്വാർത്ഥത വേറെ വല്ലതിനും പ്രാധാന്യം കൊടുത്താൽ അവര് അതിലേക്ക് പോയി. ഇപ്പൊ നോക്കൂ, നിങ്ങൾ മക്കളുടെ കാര്യം തന്നെ നോക്കൂ. കല്യാണം കഴിഞ്ഞ് അവരുടെ കുടുംബമായി അവരുടെ പ്രാരബ്ധമായാൽ അവര് നിങ്ങളിൽ നിന്ന് അകന്നുപോയി. അവരുടെ വീട്ടിലെ കാര്യങ്ങളാണ് അവർക്ക് വലുത്. ആണോ അല്ലയോ? കുറെ കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അവർ പറയും, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് ഉപദ്രവിക്കാതിരിക്കൂ, ഒരു സമാധാനം തരൂ ഞങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ വിളിക്കുന്നതേ അവർക്കൊരു അപകടമായി മാറി. അപ്പൊ നോക്കൂ, നിങ്ങൾ എന്താ പറയാ, ഓ ഞാൻ നിന്നെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നോക്കി, ഞങ്ങളല്ലേ നിന്നെ കല്യാണം കഴിപ്പിച്ചു തന്നത്, ഞങ്ങളല്ലേ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട്, നിനക്കറിയാം എത്ര സ്വർണ്ണ തന്നിരിക്കുന്നതെന്ന്. ഇതൊക്കെ പറയുമ്പോൾ അവള് ചോദിക്കും, നിങ്ങളോട് ആരാ പ്രസവിക്കാൻ പറഞ്ഞതെന്ന്? നിങ്ങൾ പ്രസവിച്ചിട്ടല്ലേ ഈ അപകടങ്ങളൊക്കെ ഉണ്ടായത്? ആരാ പ്രസവിക്കാൻ പറഞ്ഞത്? എന്നിട്ടിപ്പോ കയറി പ്രസംഗിക്കണോ നിങ്ങൾ? അപ്പൊ ഈ തരത്തിലുള്ള കണക്കുകളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പം ആ ബുദ്ധിയൊന്നും നമുക്ക് കിട്ടില്ല. എപ്പോഴാ കിട്ടുക? കൊട്ട് കിട്ടുമ്പോഴാണ് കിട്ടുക. അതുവരെ നിങ്ങൾ പോയി തലയിടും. മനസ്സിലായില്ലേ? ആ അടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇനി പോയി തലയിടരുത്. അതാണ് നമ്മൾ ഹിന്ദുക്കൾ, ജന്തുക്കളാണ്. കണ്ടുപഠിക്കില്ല, കൊണ്ടേ പഠിക്കുള്ളൂ. മനസ്സിലായി? കൊണ്ടിട്ടും പഠിക്കില്ല, ചത്തിട്ടേ പഠിക്കുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ അവസ്ഥ. എത്ര കണ്ടാലും പഠിക്കില്ല, എത്ര കൊണ്ടാലും പഠിക്കില്ല, എന്നിട്ടും പോയി തലയിടും. ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇവിടെയാണ് ആത്മീയത നമുക്ക് വലിയൊരു ഉത്തരമായി മാറുന്നത്. എന്താണ് ആത്മീയത? ദിവസവും കുറച്ച് സമയം അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ട്, ഭഗവാൻ മതി. ആ ഒരു അറിവിലേക്ക്, ആ അനുഭവത്തിലേക്ക്, ആ സ്മരണയിലേക്ക്, അതിലേക്ക് നമ്മൾ ഉയരണം. ഇന്നലെ നമ്മൾ ഒരു ശ്ലോകം വായിക്കണ്ടായി. അഹല്യയുടെ കഥ പറഞ്ഞപ്പം അഹല്യ ഭഗവാനോട് ചോദിച്ചൊരു വരമുണ്ട്. എത്ര കുത്രാപി വസിച്ചീടിലും, ഞാൻ എവിടെ വസിച്ചാലും എപ്പോഴും എൻ്റെ മനസ്സിൽ രാമപാദങ്ങളും പാദ അടിരഴികളിൽ നിന്ന് ഇളക്കമില്ലാത്തൊരു ഭക്തി ഉണ്ടാവണം. അപ്പം മനസ്സിൽ ഭഗവാന്റെ പാദവും നാമവും ഉറച്ചു കിട്ടണം. എന്താണ്? ഭഗവാന്റെ പാദവും നാമവും മനസ്സിൽ ഉറച്ചു കിട്ടണം. ആ രീതിയിലുള്ള ഒരു ഭക്തിയിലേക്ക് നമ്മൾ പടിപടിയായി ഉയർന്നു വന്നാൽ കുറെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഭഗവാൻ ഉണ്ടല്ലോ, ഞാൻ എന്തിനാണ് മറ്റുള്ളതിനെ കുറിച്ചിരുന്ന് ദുഃഖിക്കുന്നതും വിഷമിക്കുന്നതും പരിഭവപ്പെടുന്നതും? പരാതികളും പ്രശ്നങ്ങളും മനസ്സിൽ നിന്ന് മാറും. മനസ്സിലായില്ലേ? കൈകേയി മന്ദരയോട് പറയാണ്, എന്താണ് ദൈവനിശ്ചയം എന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ മന്ദര ഒരക്ഷരം മിണ്ടോ? പക്ഷെ അത് പറയണമെങ്കിൽ കൈകേയിയിൽ അത്രയും എന്ത് വേണം? ഒരാത്മസമർപ്പണം വേണം. വേണ്ടയോ? ഒരൊറ്റ വാക്ക് മന്ദരയോട് പറഞ്ഞാൽ മതി. എന്താണോ ദൈവനിശ്ചയം അതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ മന്ദരെ, നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് വിഷമിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള കഥകളൊന്നും പിന്നീട് ഉണ്ടാവില്ല. അപ്പൊ എവിടെയോ ഒരു ദൈവീകത നഷ്ടപ്പെടുമ്പോൾ, ഒരു ഗുരുത്വം നഷ്ടപ്പെടുമ്പോൾ, സ്വാർത്ഥത കയറി പിടിക്കുമ്പോൾ, മനുഷ്യ മനസ്സ് ദുർബലമാകുമ്പോൾ, മറ്റുള്ളവർക്ക് ആ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിച്ചാൽ ഏത് ബന്ധങ്ങളെയും തകർക്കാൻ അത്തരം കൂട്ടുകെട്ടുകളിലൂടെ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ മന്ദരയല്ല തെറ്റുകാരി. നമ്മൾ പലപ്പോഴും മന്ദരയാണ് കുറ്റം പറയുക. മന്ദരയല്ല കുറ്റം. ആരാണ് കുറ്റം ചെയ്തത്? മന്ദരയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിച്ചത് കൈകേയിയുടെ മനസ്സിന്റെ ദുർബലതയാണ്. ഇതുപോലെയാണ് ഇന്ന് പലപ്പോഴും വിവാഹം കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത്, ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, അവൾക്ക് വേറൊരു ബന്ധമുണ്ട്, ഭാര്യയ്ക്ക് എന്നോട് താല്പര്യമില്ല എന്ന് പറയാൻ കാരണം എന്താണ്? സ്വന്തം ഭാര്യയുടെ മനസ്സിനെ ഒരു ദൈവീക മനസ്സാക്കി മാറ്റാൻ ഈ കോന്തന് പറ്റിയിട്ടില്ല. പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? മനസ്സിലായില്ലേ? അതല്ലേ തെറ്റ്. അപ്പൊ പിന്നെ അവള് വേറെ ഒരുത്തന്റെ കൂടെ പോയില്ലെങ്കിലല്ലേ തെറ്റുള്ളൂ. ഈ തരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും പരിഭവങ്ങളും പരാതികളും പറയുന്നതിന് കാരണം വെറും മനുഷ്യൻ സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും പണത്തിന്റെ ഗമയിലും കുറെ ജോലിയുടെ ഗമയിലും ജീവിച്ച് ബന്ധങ്ങൾ വെറും സ്വാർത്ഥത വെച്ച് പുലർത്തിക്കഴിഞ്ഞാൽ അതിനൊന്നും ആഴവും അടുപ്പവും തീവ്രതയും ഒന്നും ഉണ്ടാവില്ല. മനസ്സിലാവുണ്ട് ഞാൻ പറയുന്നത്? രാജാവ് ദശരഥ മഹാരാജാവിന് എന്തിന്റെ കുറവുണ്ട്? എന്തായിരിക്കും അത്? എന്തിനു പോലെ കുറവുണ്ടോ? ഏത് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനും ഏത് ആഭരണം വാങ്ങിച്ചു കൊടുക്കാനും കൈകേയി എങ്ങനെയൊക്കെ തൃപ്തിപ്പെടുത്തണോ അതൊക്കെ അദ്ദേഹത്തിന് സാധിക്കും.
എന്നിട്ടും ആ ബന്ധത്തിനൊരിക്കലും ഹൃദയമുണ്ടായില്ല എന്ന് പറയുമ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത്, കേവലം ഭൗതികമായ സുഖ സൗകര്യങ്ങളെ കൊണ്ട് ഹൃദയബന്ധം ഉറപ്പിക്കാൻ ഒരാൾക്കും സാധ്യല്ല. ക്ലിയർ ആണോ പറയുന്നത്? ഭൗതികമായ സൗകര്യങ്ങളെ കൊണ്ട് ഹൃദയബന്ധം ഒരിക്കലും, ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഭൗതികമായ സുഖ സൗകര്യങ്ങളെ കൊണ്ട് ഹൃദയബന്ധം ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. ഹൃദയബന്ധം ഉറപ്പിക്കാൻ ഒരാത്മീയ അനുഷ്ഠാനത്തിലൂടെ മാത്രമേ. ഉറക്കെ പറയൂ. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തവരുണ്ടോ ഇവിടെ? എനിക്ക് കാതു പോകുന്നു ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഉറക്കെ പറയുന്ന പിന്നെ വല്ലതും കേൾക്കാൻ പറ്റും. ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പറയൂ. അപ്പൊ ഇതൊക്കെയാണ് രാമായണത്തിലൂടെ എഴുതാപ്പുറങ്ങളിൽ നമ്മൾ വായിക്കേണ്ടത്, അല്ലെങ്കിൽ രാമായണത്തിന്റെ വരികളുടെ ഇടയിലൂടെ വായിച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് രാമായണത്തിൽ നിന്നും സന്ദേശം കിട്ടുക. ഒരു ദശരഥ കൈകേയി ബന്ധത്തെ ഒരു മന്ധര എങ്ങനെയാണോ അകറ്റുന്നത്, ഇതുപോലെ ഇനിയുള്ള ബന്ധങ്ങളെ മറ്റുള്ളവർക്ക് അകറ്റാൻ പറ്റാതെ വരണമെങ്കിൽ ഒരുപക്ഷെ മന്ധരയായിട്ട് വേറെ ഏതെങ്കിലും ആളായിരിക്കാം. ഇന്നും മന്ധരമാര് ബന്ധങ്ങളെ ഉണ്ടാവുമോ? അങ്ങനെ അകറ്റാതിരിക്കണമെങ്കിൽ ബന്ധങ്ങളിൽ ഹൃദയബന്ധമുണ്ടാവണം. ഇപ്പോൾ ഉള്ളത് വെറും ശരീരബന്ധങ്ങളേ ഉള്ളൂ. എന്തേ ഉള്ളൂ? സ്വാർത്ഥ ബന്ധങ്ങളേ ഉള്ളൂ. ആ ശരീര സ്വാർത്ഥ ബന്ധങ്ങൾക്കൊന്നും ആഴവും തീവ്രതയും ഒക്കെ പറയൂ ഉണ്ടാവില്ല. ഏത് ബന്ധം വരണം? ഒരു ആത്മീയ ബന്ധം വേണം. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളത് ത്യാഗം ചെയ്യുന്നതല്ല, തന്നെ ത്യാഗം ചെയ്യുക. അതാണ് അനുഷ്ഠാനം. അപ്പൊ അല്പനേരം സമയം നാമജപത്തിനും മറ്റും ചെലവഴിച്ച് നാരായണായേതി സമർപ്പയാമി, തന്നെ സമർപ്പിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് ആത്മാർത്ഥമായ ജപനിഷ്ഠകൾ എന്ന് പറയുന്നത്. അങ്ങനെ ജപിച്ച് ശീലിക്കുന്ന ഒരാൾക്ക് ക്രമേണ ഹൃദയത്തിൽ പ്രകാശിക്കും. തൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കും. കൂടെ എപ്പോഴും ഭഗവാന്റെ ശക്തി ഉണ്ട്, ഒറ്റയ്ക്കല്ല. മനസ്സിലായില്ലേ? ആ ഒരു ധൈര്യം, ആ ഒരു കരുത്ത് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നമുക്ക് ഈ ഒരു കഥാ സന്ദർഭങ്ങളിലൂടെ സാധിക്കുകയാണെങ്കിൽ ഇനിയൊരു കൈകേയിയും ദശരഥ ബന്ധവും വേർപിരിഞ്ഞ് പോവുകയില്ല. നിൽക്കട്ടെ, നമുക്ക് കഥയിലേക്ക് കടക്കാം. അങ്ങനെ ക്രോധാലയത്തിലേക്ക് പോയി കൈകേയി. ക്രോധാലയത്തിൽ തലമുടിയെല്ലാം വാരി വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരു പരവശയ അല്ലെങ്കിൽ അവശയായി വളരെ ഇങ്ങനെ ഒരു വിഷമത്തോടെ കിടക്കുന്ന കൈകേയിയാണ് ദശരഥ മഹാരാജാവ് കാണുന്നത്. ഉടനെ കൈകേയിയുടെ തലയെടുത്ത് തൻ്റെ മടിയിലൊക്കെ വെച്ച് തലോടി വാത്സല്യമൊക്കെ കാണിച്ച് സ്നേഹത്തോട് ചോദിച്ചു, എന്താണ് നിനക്ക് പറ്റിയത്? അപ്പോ ഈ ദശരഥന്റെ വിചാരം എന്താ വെച്ചാൽ, കൈകേയിക്ക് എന്തോ ശാരീരിക അസ്വാസ്ഥ്യോ അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടായത് കൊണ്ടാണ് കൈകേയി, അല്ലെങ്കിൽ ഇങ്ങനെ കട്ടിൽ കിടക്കേണ്ട ആള് താഴെ തറയിൽ ഇങ്ങനെ കടന്ന് അതും വല്ലാത്തൊരു അവസ്ഥ കാണിക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത, ഒരു ശരീര രോഗമോ എന്തെങ്കിലും ഒരു മാനസിക രോഗം ഇവരെ ബാധിച്ചിട്ടുണ്ടാവണം. നമ്മൾ ഈ ചില ആൾക്കാർക്കുണ്ടല്ലോ അപസ്മാര രോഗമൊക്കെ വരുന്ന, അതുപോലുള്ള ഒരു വെപ്രാളവും ഇതൊക്കെ കാണിക്കുന്ന സമയത്ത് അതല്ലേ വിചാരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് മുഖത്തൊക്കെ തളിച്ചു എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ. അപ്പോഴേക്കും കൈകേയിയുടെ ഭാവം മാറി. പിന്നെ കൈകേയിക്ക് ഒരു സ്നേഹഭാവത്തോടു കൂടിയിട്ടല്ല സംസാരിക്കുന്നത്, ഒരു ദീനഭാവവും ദയനീയ ഭാവവും ഇല്ല, ക്രോധത്തിലാണ്. പറയാണ്, നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ, നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നില്ലേ, ഇത്രയും കാലം എന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് ഇപ്പൊ നിങ്ങൾ കൗസല്യക്ക് വേണ്ടിയെല്ലാം ഒരുക്കി കൊടുക്കുന്നു, എന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്തുകയായിരുന്നില്ലേ എന്ന്. രാജാവ് ഒരു മഹാപരാധം തന്നോട് ചെയ്തിരിക്കുകയാണെന്നുള്ളൊരു കുറ്റബോധം രാജാവിൽ ഉണ്ടാക്കാൻ ആർക്ക് പറ്റി? കൈകേയിക്ക് പറ്റി. ഒരു നിമിഷം കൊണ്ട് രാജാവിന് ഒരു ഷോക്കേറ്റതുപോലെയായിരുന്നു. കാരണം താൻ എന്തോ കൈകേയിയെ പറ്റിച്ചിരിക്കുന്നു, ചതിച്ചിരിക്കുന്നു, മുതലാക്കിയിരിക്കുന്നു, ചൂഷണം ചെയ്തിരിക്കുന്നു. താൻ എന്തോ ഒരു അപരാധം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് അപരാധമാണ് താൻ ചെയ്തത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. പറഞ്ഞു, അങ്ങയ്ക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ, ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് രാജ്യം ഒരിക്കലും രാമനല്ല കൊടുക്കുക, എൻ്റെ പുത്രനായ ദശരഥനാണ്. ആർക്കാണ്? ദശരഥനാണോ ഭരതനാണ് കൊടുക്കുക. അപ്പൊ രാജാവിന് മനസ്സിലാവുന്നില്ല എന്താ ഈ പറയുന്നത് എന്ന്. അപ്പോഴാണ് പറയുന്നത്, അങ്ങ് പണ്ട് 2 വരങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ വരങ്ങൾ ഇപ്പോഴെനിക്ക് വേണമെന്ന്. രാജാവ് അപ്പോഴും കാര്യമായിട്ടെടുത്തില്ല. രാജാവ് തൻ്റെ സ്നേഹവാത്സല്യം കാണിച്ചുകൊണ്ട് പറയണം, ആരാണോ നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അവനെ ഞാൻ
നിരപരാധിയാണെങ്കിലും ശിക്ഷിക്കും. അവൻ അപരാധിയാണ്. ഇപ്പൊ നീ പറയാണ് ജയിലിൽ നിന്ന് ഒരുത്തരെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എത്ര വലിയ കുറ്റവാളിയായാലും ഞാൻ അവനെ മോചിപ്പിക്കും എന്നൊക്കെയുള്ള ചില തെറ്റായ കാര്യങ്ങൾ ഒരു രാജാവ് ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ആരോട് പറയുന്നത്? നിരപരാധികളെ ശിക്ഷിക്കും, അപരാധികളെ ഞാൻ തുറന്നു വിടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന് കൈകേയിയോടുള്ള ആ ഒരു എന്താ പറയാ, ഇന്നത്തെ ഒരു സ്നേഹം എന്ന് പറയില്ലേ, എന്താ അതിന് പറയാ, അന്ധമായ ഒരു കാമസ്നേഹം. ആ ഒരു കാമസ്നേഹത്തിന്റെ പേരിൽ എന്ത് അപരാധവും ചെയ്യാൻ ദശരഥൻ തയ്യാറായി എന്നുള്ളതാണ്. കണ്ണടച്ച അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതൊന്നൊക്കെ മനസ്സിലാക്കണം. ദശരഥൻ കൈകേയിയെ സ്നേഹിക്കുന്നത് അത്രയും അന്ധനാണ്. അദ്ദേഹത്തിന് അത്രയും ആ ഒരു കൈകേയി എന്ന് പറയുന്ന ഒരു ഭ്രാന്ത് പോലെയാണ് ആര് കൊണ്ട് നടക്കുന്നത്? ദശരഥൻ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കൈകേയി പറഞ്ഞു, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് 2 വരങ്ങളാണ്. അവസാനം ആ 2 വരങ്ങൾ ചോദിക്കുകയാണ്. എന്താണ്? അപ്പൊ പറയാണ്, ഒന്നാമത്തെ എല്ലാവർക്കും അറിയാം, രാമനെ എന്ത് ചെയ്യണം? 14 വർഷം കാട്ടിലേക്ക് അയക്കണമെന്ന് കേൾക്കേണ്ട താമസം ദശരഥൻ ദാ കിടക്കണം. ദശരഥന്റെ സ്നേഹമൊക്കെ അതോടുകൂടി തീർന്നു. 2ാമത്തെ വരം ഭരതനെ അല്ലെ, ഒന്നാമത്തെ ഭരതനെ രാജാവാക്കണം, 2ാമത്തെ രാമനെ കാട്ടിലേക്ക് അയക്കണം എന്ന് കേൾക്കുന്നതോടുകൂടി അതുവരെ പ്രിയേ ചാരുശീല എന്നൊക്കെ പറഞ്ഞ നേരത്തെ അഷ്ടപതി പാടിയതുപോലെയാണ് ഈ ദശരഥൻ കൈകേയിയുടെ തലയൊക്കെ മടിയിൽ വെച്ച് പാടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതേ ദശരഥന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകള് ഘോരേ, രാക്ഷസി, ദുഷ്ടേ, നീജേ. മനസ്സിലായില്ലേ? അതുവരെ പറഞ്ഞ വാക്കുകളുടെയൊക്കെ നേരെ ഓപ്പോസിറ്റ് വാക്കുകൾ, നേരെ വിപരീതം. ഇതെങ്ങനെ ഒരു ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഈ തരത്തിൽ പെരുമാറാൻ സാധിക്കുക? അവിടെയൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കാണേണ്ട ഒരു സാധനം മനുഷ്യന്റെ സ്വാർത്ഥത. മനുഷ്യന്റെ സ്വാർത്ഥത. അത് ഭാര്യയെ അദ്ദേഹം അന്ധമായി സ്നേഹിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ മകനോടുള്ള തീവ്രമായ ഒരു സ്നേഹം കടക്കുന്നുണ്ട്. രാജ അധികാരം രാമന് ഏൽപ്പിക്കണം എന്നുള്ള ഒരു രാജാവിന്റെ സ്വാർത്ഥത കടക്കുന്നുണ്ട്. ഉണ്ടോ? ആ സ്വാർത്ഥതയ്ക്ക് ഭംഗം വന്നപ്പോൾ ആ സ്വാർത്ഥതയെ താൻ സ്നേഹിക്കുന്ന കൈകേയി തട്ടിമറച്ചപ്പോൾ കൈകേയി തൻ്റെ മുന്നിൽ വലിയൊരു ശത്രുവായി മാറി. ഒരു നിമിഷം രാജാവിന് ഏറ്റവും വെറുപ്പുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇപ്പൊ നിങ്ങൾ ഏറ്റവും വെറുക്കുന്നത് ദശരഥ മഹാരാജാവെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ഇവളാണ് എൻ്റെ മുന്നിൽ നിന്ന്, ഇവളെ കൊണ്ടുപോകണം, ഇവളെ എനിക്ക് കണ്ടുകൂടാൻ. അപ്പൊ നോക്കൂ, ഒരാളുടെ സൗന്ദര്യമൊക്കെ എവിടെ കിടക്കുന്നത്? എല്ലാം അനുകൂലമായി നിൽക്കുമ്പോൾ എല്ലാം സൗന്ദര്യമാണ്. എല്ലാം പ്രതികൂലമായാൽ സൗന്ദര്യമൊന്നും അവിടെ ഒരു വിഷയമല്ല. മനുഷ്യൻ കൊല്ലാൻ പോലും മടിക്കില്ല. അത്ര ക്രൂരതയിലേക്കല്ലേ ഇന്ന് സമൂഹം പോകുന്നത്, അല്ലേ? ഭാര്യയുടെ നേരെ കഴുത്തിന് കത്തി വയ്ക്കുന്നു, നെഞ്ചത്ത് കത്തി കുത്തി കയറ്റിക്കുന്നു. ഇതൊക്കെ നിരന്തരമായ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ആണോ? സ്നേഹിച്ചും പ്രേമിച്ചും 6, 7, 8, 9 കൊല്ലം പ്രേമിച്ച് കല്യാണം കഴിച്ചവരെയാണ് കത്തി കൊണ്ട് കുത്തിക്കൊല്ലുന്നത്. കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, എവിടെയോ അവരുടെ സ്വാർത്ഥത അതിന് മുറിവേറ്റാൽ അവര് സൗന്ദര്യത്തിനേക്കാളും പ്രേമത്തിനേക്കാളും ഒക്കെ വിലവെക്കുന്നത് അവരുടെ സ്വാർത്ഥതയാണ്. അതിനുവേണ്ടി അവർ കൊല്ലാൻ പോലും മടിക്കില്ല. ദശരഥൻ ഇന്നത്തെ കാലത്തായിരുന്നു എങ്കിൽ ഈ 2 വരങ്ങൾ ചോദിക്കുന്ന സമയത്ത് ദശരഥന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വേണ്ട, ദശരഥൻ പാലക്കാട്ടുകാരനായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഞാൻ പാലക്കാട്ടുകാർ മോശമാണെന്നല്ല പറയുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? മനസ്സിലായില്ലേ? ഈ ദശരഥന്റെ കയ്യിൽ ആ സമയത്ത് ഒരു കണ്ണുണ്ടായിരുന്നെങ്കിൽ ദശരഥൻ എന്താ ചെയ്തിട്ടുണ്ടാവുക? അപ്പൊ കാച്ചിട്ടുണ്ടാവും, ഉണ്ടാവില്ലേ? അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് ജനങ്ങൾക്ക് ക്ഷമാശീലം, സഹനശക്തി വളരെ കുറവാണ്. കാരണം ആധ്യാത്മികത ഇല്ല. എവിടെയോ ദശരഥനിൽ അല്പം ഒരു ആത്മീയത ഉള്ളത് കൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേക്കും ബോധമില്ലാതെ വീണു എന്നേ ഉള്ളൂ. ബോധക്കേട് ചെയ്തില്ല. ആള് ബോധം കെട്ട് വീണതേ ഉള്ളൂ. എന്ത് ചെയ്തില്ല? ബോധക്കേടൊന്നും ചെയ്തില്ല. ഇന്നത്തെ തലമുറകൾക്ക് ആത്മീയത ഇല്ലാത്തതുകൊണ്ട് ബോധമില്ലാതെ വീഴില്ല. അവര് ബോധം കെട്ട പണികള് ചെയ്യും. അത്രയേ ഉള്ളൂ. വ്യത്യാസം അതേ ഉള്ളൂ. ദശരഥൻ വീണു, ഇവരാണെങ്കിൽ വീഴില്ല, മറ്റുള്ളവരെ കുത്തി വീഴ്ത്തും. അതേ ചെയ്യുള്ളൂ. ഈ തരത്തിൽ ദശരഥൻ അത് സഹനശക്തിയോടെ കടന്നുവെങ്കിലും ദശരഥൻ അതിനെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള, താങ്ങാനുള്ള ഒരു
മാനസികാവസ്ഥ ഉണ്ടായില്ല. അവിടെ കടന്ന് പൊട്ടിക്കരഞ്ഞ് രാമാ 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 എന്നും പറഞ്ഞ് അലറി അലറി പാവം കടന്നു, ഒരക്ഷരം ഇടാതെ. അപ്പുറത്താണ് ഈ കൈ മിണ്ടിപ്പോരുതെന്ന്. എനിക്ക് ആ 2 വരങ്ങൾ മര്യാദയ്ക്ക് തന്നുകൊള്ളണം. നോക്കണം, ഇത്രയും സ്നേഹത്തോടെ പ്രിയയെ കണ്ട് എല്ലാ ബ്യൂട്ടി പാർലറും കൊണ്ടുപോയി എല്ലാ ക്രീമും വാങ്ങിച്ചു കൊടുത്ത് ചോദിക്കുന്ന സാരി മുഴുവൻ വാങ്ങിച്ചു കൊടുത്ത് ആ കൈകേയിയാണ് ഇദ്ദേഹത്തിനെ ഇപ്പം വേറെ ക്രീമിലാക്കിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ തരത്തിൽ കൈകേയി ഇദ്ദേഹത്തിന്റെ മനസ്സിനെ അതേ തളർത്തിയെടുക്കുന്നതിന് കാരണം അതിന് കൈകേയി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് തമ്മിൽ ഏത് ബന്ധമില്ല? ആത്മീയ ബന്ധമില്ല. ഇത് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തോളൂ, സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തോളൂ, എല്ലാ നമ്മുടെ ബലരാമസ്വാമിയുടെ പിറന്നാൾ ദിവസവും സ്വർണം വാങ്ങിച്ചു കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ ഏത് ബന്ധമില്ലെങ്കിൽ കൂടെ ഉണ്ടാവില്ല? ഏത് ബന്ധമില്ലെങ്കിൽ കൂടെ ഉണ്ടാവില്ല? ഒരാത്മീയ ബന്ധമില്ലാതെ പോയാൽ എപ്പോൾ തല തിരിയുന്നു നോക്കിയാൽ മതി, എപ്പോൾ മനസ്സ് മാറും നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ ആത്മീയതയില്ലാത്ത ബന്ധങ്ങളൊന്നും ഒരു ശാശ്വതമായി ഒരുമിച്ച് നിർത്താൻ ആർക്കും സാധ്യമല്ല. ഏതായാലും ദശരഥൻ അങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞ നമ്മുടെ കടന്നു. പിറ്റേ ദിവസം രാമന്റെ പട്ടാഭിഷേകമാണ്. പട്ടാഭിഷേകത്തിന്റെ ഒരുക്കാണ്. അപ്പോഴേക്കും ഇവിടെ പുലർച്ചെ 3 മണിക്കാണ് ഈ സംഭവങ്ങളൊക്കെ രാത്രി നടന്നിട്ട് 3 മണിക്കാണ് ഇദ്ദേഹത്തിനെ വിളിച്ചുണർത്താൻ വേണ്ടി സുമന്ത്രര് ചെല്ലുന്നത്. അപ്പൊ സുമന്ത്രര് ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹം സാധാരണ പട്ടുമെത്തയിൽ കിടക്കുന്ന ഇദ്ദേഹം അവിടെ താഴത്ത് അങ്ങനെ മലർന്നടിച്ച് കടന്ന് ഉറക്ക കരഞ്ഞുകൊണ്ട് വിതുമ്പി കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. രാജാവിന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ സുമന്ത്രർക്ക് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം രാജാവിനെ വിളിച്ചുണർത്തുകയാണ്. രാജൻ രാജൻ. അതിൻ്റെ ഇടയ്ക്ക് രാജാക്കന്മാരെയൊക്കെ പണ്ട് കാലത്ത് ഉണർത്താൻ വേണ്ടിയിട്ട് സ്തുതിപാഠകന്മാർ വരും. ഇന്നിപ്പോ നമ്മൾ അലാം വെക്കും, അന്ന് അലാം പാടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവര് വന്ന് പാടും. അത് കേട്ടിട്ടാണ് രാജാവ് ഉണർന്നു വരുന്നത്. ഈ സ്തുതിപാഠകന്മാര് വന്ന് ഉണർത്താൻ ശ്രമിച്ചപ്പോ തന്നെ കൈകേയി അവരെ ഓടിച്ചു, വീട്ടിൽ പോയി പാടിയാൽ മതി എന്ന്. ഈ മനുഷ്യനെ ഇനി ഉണർത്തേണ്ട യാതൊരു കാര്യമില്ല, കാലമൊക്കെ പോയി. അത്രയുള്ള രാജാവിന്റെ വിലയുണ്ടായിരുന്നത്. കൈകേയി പറയുന്നത് അവരനുസരിച്ചു. ഈ സുമന്ത്രരുവിന്റെ നേരെ ചാടി. നോക്കൂ, രാജാവ് ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ആ മനുഷ്യനൊട്ടും ഉറക്കണ്ടായില്ല. അവിടെ കിടന്നിട്ട് വെറുതെ രാമ 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 എന്നും പറഞ്ഞ് അലറിക്കൊണ്ടിരുന്നു. ഉറക്കം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, വേഗം പോയി രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പൊ സുമന്ത്രര് പറഞ്ഞു, നിങ്ങൾ ഉത്തരവിട്ടാൽ ഞാൻ പോവില്ല. ഞാൻ നിങ്ങളുടെ മന്ത്രിയല്ല. എനിക്ക് ഉത്തരവ് ആര് തരണം? രാജാവ് തരണം. അപ്പോഴാണ് കൈകേയിക്ക് മനസ്സിലായത് താൻ അമിതമായി കളിക്കുന്നത് ശരിയല്ല, തൻ്റെ അധികാരം വിട്ട് കളിക്കുന്നത് തനിക്ക് അപകടമാണെന്ന്. കൈകേയിക്ക് ചെറിയൊരു പിടി കിട്ടി കാര്യത്തില്. ഏതായാലും ആദ്യത്തെ ഒരു ഷോക്ക് സുമന്ത്രരിൽ നിന്നാണ്. അത് കഴിഞ്ഞ് രാജാവ് സമ്മതം കൊടുക്കുകയാണ് സുമന്ത്രരിന് രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ. രാമനാണെങ്കിലോ അവിടെ തറയിൽ കിടക്കുകയാണ്. സീതാദേവി കേട്ട് കടന്നു കുളിച്ച് രാവിലെ രാജകീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇന്നിപ്പോ തലയിൽ വെള്ളം ഒഴിക്കാൻ പോവുക. വേറെ വെള്ളം ഒഴിക്കാൻ പോകണമെന്ന് അവർക്ക് അറിയില്ലല്ലോ. ഇവിടെ ഗംഗാജലവും മറ്റ് സ്നാനം ചെയ്തിട്ട് രാമന്റെ തലയിൽ കിരീടധാരണത്തിനുള്ള ദിവസം അങ്ങനെ തയ്യാറായി നിൽക്കുമ്പോഴാണ് പുലർച്ചെ 3 മണിക്ക് സുമന്ത്രര് വന്നിട്ട് പറയുന്നത്, അച്ഛൻ നിങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഉടനെ തന്നെ ലക്ഷ്മണൻ ചാടി പുറപ്പെട്ടു. സുമന്ത്രരുടെ തേരില് രാമനും ലക്ഷ്മണനും ഇരുന്നു. സീത പോയില്ല. എന്താണ് കാര്യമെന്ന്. അപ്പം രാമൻ അച്ഛൻ്റെ അടുത്ത് എത്തുമ്പോൾ രാമൻ കാണുന്ന അച്ഛൻ പട്ടുമെത്തയിൽ കിടക്കുന്ന അല്ലെങ്കിൽ കുളിച്ചു തയ്യാറായി നിൽക്കുന്ന അച്ഛനല്ല. അവശനായി തലയെല്ലാം താഴെ ആ നിലത്ത് കടന്ന് ആകെ കരഞ്ഞ് ചീർത്ത മുഖവും കേട്ട് കണ്ണുനീര് നിറഞ്ഞ കണ്ണുകളും വല്ലാത്തൊരു വിഷമാവസ്ഥയിലാണ് അച്ഛനെ കാണുന്നത്. എന്താണ് അച്ഛന് സംഭവിച്ചത്? എന്താണ് അച്ഛനെ അലട്ടുന്നത്? എന്തേ ഒരു രാത്രി കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ആയത്? എന്താണ് അച്ഛന് സംഭവിച്ച്? ഓടിച്ചെന്ന് അച്ഛൻ്റെ തലയൊക്കെ എടുത്ത് മടിയിൽ വെച്ച് അച്ഛനെ ശുശ്രൂഷിക്കുമ്പോൾ അച്ഛനാണെങ്കിലോ നിർത്താതെ കരയുകയാണ്. ഏത് അച്ഛനായാലും ആ ഒരു വാത്സല്യം ഉണ്ടാവുമല്ലോ മക്കളോട്. അപ്പോ അങ്ങനെ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴാണ് കൈകേയി പറയുന്നത്, അച്ഛൻ ദുഃഖിക്കുന്നത് കരയുന്നത് നിന്നെ ഓർത്താണ്.
നീ കാരണമാണ് അച്ഛന് ഈ ദുഃഖങ്ങളൊക്കെ ഉള്ളത്. രാമൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്. താൻ കാരണം അച്ഛൻ വലിയൊരു ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു. അപ്പൊ രാമൻ അവിടുന്ന് സത്യം ചെയ്യുകയാണ്. അച്ഛന് വേണ്ടി തീയിൽ ചാടാൻ ഞാൻ തയ്യാറാണ്. അച്ഛന് വേണ്ടി വിഷം കുടിക്കാൻ ഞാൻ തയ്യാറാണ്. സീതയെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. ലക്ഷ്മണനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. ഏത് കാര്യമാണോ അച്ഛൻ എന്നോട് കൽപ്പിക്കുന്നത് അത് ഞാൻ ചെയ്യും. പിന്നെ ഉത്തമ മകനാരാണ്, മധ്യമനാരാണ്, അധമനാരാണ് എന്നൊക്കെ രാമൻ അവിടെ പറയുന്നുണ്ട് അല്ലേ. ഉത്തമൻ ആയ പുത്രൻ അച്ഛൻ പറയാതെ തന്നെ ഒരു കാര്യം പറഞ്ഞു ചെയ്തവൻ മധ്യമനാണ്, മറ്റവരാണെങ്കിൽ അതിലും മോശമാണ്, കൊള്ളരുതാത്തവനാണ്. ഈ തരത്തിലുള്ള ഒരു കൊള്ളരുതാത്ത മകനായി ഞാൻ മാറില്ല. അച്ഛനു വേണ്ടി എന്ത് ത്യാഗവും ഞാൻ ചെയ്യും. ഇത് സത്യം, സത്യം, സത്യം. ഇത് കേട്ടപ്പോ കൈകേയിക്ക് സമാധാനായി. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ രാമൻ നടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ കൈകേയി 2 വരങ്ങൾ, അച്ഛനോട് ചോദിച്ച വരങ്ങൾ രാമനോട് പറയാണ്. അച്ഛൻ എനിക്ക് 2 വരങ്ങൾ തന്നിട്ടുണ്ട്, അത് നിന്നോട് പറയാൻ രാജാവ് ലജ്ജിക്കുന്നു, മടിക്കുന്നു. ഒന്നാമത്തത്, നീ പട്ടാഭിഷേകത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്ന ഈ വസ്ത്രവും കിരീടവും ഒക്കെ ആർക്ക് കൊടുക്കണം? ഭരതന് കൊടുക്കണം. രണ്ടാമത്തത്, നീ 14 വർഷം വനത്തിലേക്ക് പോകണം. ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ ഒരു മകനോടാണ് ഒരു പേരമ്മ അല്ലെങ്കിൽ ഒരു ചെറിയമ്മ പറയുന്നെങ്കിൽ എന്തായിരിക്കും ആ സന്ദർഭത്തിലുള്ള അവസ്ഥ? ഞാൻ പാലക്കാട് നിന്ന് ചോദിച്ചിട്ടില്ല, പൊതുവെ എന്തായിരിക്കും ഒരു അവസ്ഥ? ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പിന്നെ സംഭവിക്കുക? ഒരു പടക്കം പൊട്ടുവോ? പൊട്ടുവോ? പൊട്ടില്ല. അപ്പടി നടന്നിട്ടുണ്ടാവുമോ? ഉണ്ടാവൂ ഇല്ലയോ? തൻ്റെ അധികാരം നഷ്ടപ്പെടാൻ പോവാണ്. ഒരു വശത്ത് തനിക്ക് യുവരാജസ്ഥാനം ഇല്ല, 2 എവിടെ പോണം? അതും ആരൊക്കെ കൂടെ വരണമെന്നും പറഞ്ഞില്ല, ഞാൻ ഒറ്റയ്ക്ക് പോണം എന്നുള്ളതാണ്. അപ്പൊ ഈ ചോദ്യമെങ്കിലും ഉണ്ടാവില്ലേ? ഭരതന് ഞാൻ രാജ്യം കൊടുത്തോളാം, ഞാൻ എന്തിനാണ് കാട്ടിപ്പോകുന്നതെന്നുള്ളൊരു ചോദ്യം ചോദിക്കില്ലേ? നിങ്ങളാണെങ്കിൽ ചോദിക്കോ? ചോദിക്കോ ഇല്ലയോ? ഏതൊരാളായാലും ചോദിക്കും. ഓക്കെ, ഒരു സ്ഥാനം നിങ്ങൾക്ക് ഒഴിവാക്കി തരാം, ഞാൻ ഒഴിവാക്കി തരാം, അതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഞാൻ എന്തിനാണ് ഒരു ദുരിതം അനുഭവിക്കാൻ വേണ്ടി വരുന്നത്? അത് ചോദിക്കില്ലേ? ചോദിക്കോ ഇല്ലയോ? ഞാൻ എന്ത് ചെയ്ത തെറ്റിനാണ് കാട്ടിപ്പോയിട്ട് ദുരിതം അനുഭവിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ചോദിക്കോ ഇല്ലയോ? എന്നാൽ രാമൻ ഇത് രണ്ടും ചോദിച്ചില്ല എന്ന് മാത്രല്ല, രാമൻ അവിടെ വളരെ നോക്കണം, നമ്മൾ അത്ഭുതപ്പെടുത്തും ആ കൊടുക്കുന്നൊരു മറുപടി. ഇതിനെന്തൊരു വിഷമമായതും. ആ വരികൾ നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കണം. ഇന്ന് ഇതൊക്കെ ഇത്തരം വരികളാണ് നമുക്ക് വേണ്ടത്. തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടത്തിലൂടെ, കഷ്ടത്തിലൂടെ പോകുമ്പോൾ അല്പം പോലും മാനസികമായി പതറാത്ത, പ്രതിഷേധിക്കാത്ത, പൊട്ടിത്തെറിക്കാത്ത, പൊട്ടിത്തകരാത്ത ഒരു രാമമനസ്സ്. ഇത് എളുപ്പമാണോ കിട്ടല്? പറയൂ, എന്താ ഒന്നും മിണ്ടാത്തത്? ഇത് എളുപ്പമാണോ കിട്ടാൻ? എന്താ ഒന്നും മിണ്ടാത്തത്? മക്കള് നിങ്ങളോട് പറയാണ്, അമ്മേ നിങ്ങളുടെ സ്വർണ്ണാഭരണം മുഴുവൻ എൻ്റെ ഭാര്യയെ ഏൽപ്പിക്കുക, എന്നിട്ട് അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? അത് പറഞ്ഞപ്പോ ഒരക്ഷരം മിണ്ടണില്ല. രാമായണത്തിൽ എളുപ്പത്തിൽ വായിക്കാൻ പറ്റി. ഇത് മക്കള് നിങ്ങളോട് പറഞ്ഞു ഇരിക്കുക. നിങ്ങളിപ്പോ വിചാരിക്കണം പറയില്ല എന്നാണ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ സ്വർണ്ണാഭരണം മുഴുവൻ, നിങ്ങളുടെ അടുത്ത് കുറച്ച് സ്വർണ്ണമുണ്ട്, ലോക്കറിൽ കിടക്കുന്നുണ്ട്, ഇത് മുഴുവൻ ഭാര്യയെ ഏൽപ്പിക്കണം, എന്നിട്ട് വീട്ടിൽ നിന്ന് അമ്മ എവിടേക്കാച്ചാ പോകണം, കാരണം അമ്മ അവിടെ നിന്നാ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കരയുന്നവർ എത്ര പേരുണ്ടാവും? ഇത് നിങ്ങൾ കയ്യൊന്നും പൊക്കാത്തത്? നിങ്ങൾക്ക് കാത് കേൾക്കില്ലേ ഇപ്പൊ? അത് കേൾക്കുമ്പോൾ ഒരു വിഷമുണ്ടാവുമോ? ഉണ്ടാവില്ല. ഉണ്ടാവോ ഇല്ലയോ? ഉണ്ടാവോ? പൊട്ടിക്കരയോ? ഉണ്ടാവുന്നും മിണ്ടാത്തത്? കരയില്ല, കരയും. ഉണ്ടോ? ചിലപ്പോ ആ മകന്റെ ചെകിടത്തൊന്ന് കൊടുക്കുവോ? എത്ര പേര് കൊടുക്കും? അങ്ങനെ കൊടുക്കുന്നവരുണ്ടാവും. അപ്പം പൊട്ടിച്ചിട്ടുണ്ടാവും. ഉണ്ടാവോ ഇല്ലയോ? ഇത്രയും കാലം തീറ്റിപ്പോരി വളർത്തി നീ തന്നെ എന്നോടൊന്ന് പറയണമെന്ന് പറയും ചിലപ്പം, അല്ലേ?
ആണോ? ആ മരുമകളെ നോക്കിയിട്ട് പറയും, നീ ഒരുത്തി കയറി വന്നതിന് ശേഷം എന്റെ സമാധാനം പോയതെന്ന്. അത് പറയുന്നവരുണ്ടാവുമോ? പറയുന്നവരുണ്ടാവില്ലേ? അതും പറയുന്നവരുണ്ടാവും. ഉണ്ടാവില്ലയോ? അല്ലെങ്കിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് പറയും, ഈ ദ്രോഹി എന്നോട് അന്യായം ചെയ്യാൻ, അല്ലേ? പറയില്ലേ? എന്നാ നോക്കൂ, നിങ്ങള് രാമന് രാജ്യവും നഷ്ടപ്പെട്ട് രാജാധികാരവും